ശ്രീരാമജയം. എല്ലാവർക്കും നമസ്കാരം. എപ്പോഴാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ മുത്തുകളും രത്നങ്ങളും ലഭിക്കാറുണ്ട് എന്നുള്ളത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം തന്നെ. ഇന്ന് അല്പം വലിയൊരു വിഷയമാണ്. ഈ കുറഞ്ഞ സമയത്തിൽ അതെങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. സാധാരണഗതിയിൽ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ കൈവീശി പോകാറാ പതിവ്. എന്നാൽ ഇവിടെ എറണാകുളത്തപ്പൻ്റെ മുമ്പിൽ സന്നിധിയിൽ വിഷയം അവതരിപ്പിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങളെ കുത്തിക്കുറിച്ചാണ് വരാറുള്ളത്. കാരണം ഇത് എറണാകുളത്തപ്പന് സമർപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവം ഉണ്ടായിരിക്കണം, എൻ്റെ ഭാഗത്തുനിന്നൊരു ഗൗരവം ഉണ്ടായിരിക്കണമെന്ന ഒരു നിർബന്ധമുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കുത്തിക്കുറിച്ചാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ പറയാൻ അവസരം കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് സുന്ദരകാന്ഡത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മന്ത്രശക്തി, ഇതാണ് വിഷയം. ഇപ്പം എന്നാലും സുന്ദരകാന്ഡത്തെക്കുറിച്ചായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാമകഥയാണല്ലോ വിഷയം. രാമകഥ വാൽമീകി മഹർഷി അതിമനോഹരമായ ഭാഷയിൽ ലോകത്തുള്ള ഭാഷാപരമായ സൗന്ദര്യം മുഴുവനും ആവിഷ്കരിച്ച് അവതരിപ്പിച്ച ആദികാവ്യം രാമകഥയാണ്. 24,000 ശ്ലോകങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച ഈ മഹാകാവ്യം, ഇതിഹാസമായ മഹാകാവ്യം ഇവിടെ ആദ്യത്തെ വർഷം 5 വർഷം മുമ്പാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടെത്തിയതല്ല. ഈ 24,000 ശ്ലോകങ്ങൾ എന്നുള്ളത് 24 അക്ഷരങ്ങളുള്ള ഗായത്രിയുടെ വ്യാഖ്യാനമാണ് എന്ന് ഇപ്പോൾ പലർക്കും അറിയാം. അപ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ, വേദ മാതാവായ ഗായത്രി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി കൂടി ഭഗവാൻ വാൽമീകി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് രാമായണം. അതായത് 28 വ്യാസന്മാരിൽ ഒരു വ്യാസനായ വാൽമീകി. നിങ്ങളുടെ പലരുടെയും കാഴ്ചപ്പാടൊക്കെ ചിലപ്പോൾ മാറും. 28 വ്യാസന്മാരിൽ ഒരു വ്യാസനായ വാൽമീകി മഹർഷി രചിച്ച രാമായണം, വാൽമീകി രാമായണം ഗായത്രി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഈ രാമായണത്തിന് 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഈ 6 കാണ്ഡങ്ങളാണ് ഉള്ളത്. 1 ബാലകാന്ഡം, 2 അയോധ്യാകാന്ഡം, 3 ആരണ്യകാന്ഡം, 4 കിഷ്കിന്ധാകാന്ഡം, 5 സുന്ദരകാന്ഡം, 6 യുദ്ധകാന്ഡം. ഇങ്ങനെ 6 കാണ്ഡങ്ങളാണ് രാമായണത്തിന് ഉള്ളത്. അപ്പോൾ ചോദിക്കും, അല്ല അത് മാത്രമാണോ? അത് വഴിയെ സമയം കിട്ടുകയാണെങ്കിൽ പറയാം. 7ാമതൊരു കാണ്ഡവും ഇന്നുണ്ട്. അതിൻ്റെ പേര് ഉത്തര രാമായണം എന്നാണ്. ഉത്തര രാമായണം. സമയം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം ആ സമയത്ത്, വിഷയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഗോസ്വാമി തുളസീദാസ്, അതായത് അവധി ഭാഷയിൽ രാമായണം നിബന്ധിച്ചിട്ടുള്ള ഗോസ്വാമി തുളസീദാസിൻ്റെ അഭിപ്രായത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദമാണ് ബാലകാന്ഡം, കട്ടിപ്രദേശമാണത്രേ അയോധ്യാകാന്ഡം, ഉദരം ആരണ്യകാന്ഡവും, ഹൃദയം കിഷ്കിന്ധാകാന്ഡവും, ഗ്രീവം സുന്ദരകാന്ഡവുമാണെന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. ഇവിടെ നമ്മുടെ ഉമാസംഹിത എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു ഗ്രന്ഥത്തെ പരാമർശിച്ചുകൊണ്ട്, കോട്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാൻ ആരംഭിക്കാം. ഉമാസംഹിതയിൽ ഇങ്ങനെ ഒരു പ്രമാണമുണ്ട്. പ്രമാണമൊന്നും കാണാണ്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എഴുതി കൊണ്ടുവന്നതാണ്. യഥാ സർവേഷു ദേവേഷു ശ്രീരാമ പരമോ മതഃ യഥാ സർവേഷു വൃക്ഷേഷു കൽപ്പവൃക്ഷോ ഹ്യനുത്തമ
യഥാ സർവേഷു രത്നേഷു കൗസ്തുഭ ശ്ലാഘ്യതേ വര തഥാ രാമായണേ ശ്രീമാൻ സുന്ദരകാണ്ഡ ഉത്തമ. സർവദേവതകളിലും വെച്ച് ശ്രീരാമചന്ദ്രന് എപ്രകാരം പ്രാമുഖ്യമുണ്ടോ, സർവവൃക്ഷങ്ങളിലും വെച്ച് കൽപ്പവൃക്ഷത്തിന് എത്രമാത്രം പ്രാമുഖ്യമുണ്ടോ, സർവരത്നങ്ങളിലും വെച്ച് കൗസ്തുഭത്തിന് എത്രമാത്രം പ്രാമുഖ്യമുണ്ടോ, അതുപോലെ ശ്രീമദ് രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിനാണ് പ്രാമുഖ്യമുള്ളത് എന്ന് ഉമാസംഹിതയിൽ പറയുന്നു. ശരി, രാമായണത്തിൻ്റെ എല്ലാ കാണ്ഡങ്ങൾക്കും എന്തുകൊണ്ടാണ് തത്തത് നാമങ്ങൾ ലഭിച്ചത് എന്ന് അതിൻ്റെ കഥാസന്ദർഭം നോക്കിയാൽ നമുക്കറിയാം. ബാലകാണ്ഡം അറിയാം, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയോധ്യാകാന്ഡം അതും വിശദീകരിക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, ആരണ്യം, എല്ലാവരും ദണ്ഡകാരണ്യത്തിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം. കിഷ്കിന്ധാകാന്ഡം അവിടെ അതും അറിയാം. എന്നാൽ ഈ സുന്ദരകാണ്ഡത്തിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരുണ്ടായി എന്നുള്ളത് എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എവിടെയും കാണുന്നില്ല. അതിന് പലരും പല വ്യാഖ്യാനങ്ങളെ കൊടുക്കുന്നുണ്ട്. വ്യാഖ്യാനങ്ങൾ എത്രയാവും വിരോധമൊന്നുമില്ല. അതിൽ ഒരു വ്യാഖ്യാനം, പല വ്യാഖ്യാനങ്ങളുണ്ട്. അതായത് രാമൻ സുന്ദരനാണ്. കഥാഖ്യാനത്തിൽ ഏറ്റവും മനോഹരമായ ശൈലിയാണ് സുന്ദരകാണ്ഡത്തിലേതും. അതിൽ യാഥാർത്ഥ്യമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം സുന്ദരകാണ്ഡത്തിലെ കാവ്യഭംഗി ഒരുപക്ഷെ രാമായണത്തിലെ മറ്റൊരു ഭാഗങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല എന്നല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ശരി, മറ്റൊരു കാരണം അതായത് സുന്ദരകാണ്ഡത്തിലെ നായകൻ തീർച്ചയായിട്ടും ആരാണ്? ഹനുമാൻ തന്നെയാണ്. ഈ ഹനുമാൻ സ്വാമിക്ക് 3-4 പേരുകളുണ്ടെന്ന് അറിയാലോ. അഞ്ജനയുടെ പുത്രനായതുകൊണ്ട് ആഞ്ജനേയൻ, അങ്ങനൊരു പേരുണ്ട്. ഹനുവിന് ചെറിയൊരു അടയാളം പണ്ട് പറന്നു പോയപ്പോൾ കിട്ടിയപ്പോൾ ഹനുവിനൊരു മാർക്ക് ഉള്ളതുകൊണ്ട് ഹനുമാൻ എന്നൊരു പേരുണ്ട്. അതുപോലെ വായുവിൻ്റെ പുത്രനായതുകൊണ്ട്, അല്ലെങ്കിൽ വായുപുത്രൻ എന്നൊരു പേരുണ്ട്, മാരുതി എന്നൊരു പേരുണ്ട്. അങ്ങനെ പല പേരുകളുണ്ട്. അതിൽ തന്നെ വാമൊഴി, അതായത് കൃത്യമായി പറഞ്ഞാൽ ഗോകർണം പോലുള്ള പ്രദേശങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന വാമൊഴി പാരമ്പര്യത്തിൽ ഗോകർണം എന്ന പ്രദേശത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. രാമായണത്തിൽ പ്രത്യേകിച്ച് സുന്ദരകാണ്ഡത്തിൽ ഗോകർണം, അതായത് പഴയ കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നാളികേരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നാളികേരം പഴക്കമില്ല എന്നൊക്കെ ആരൊക്കെയോ അടുത്ത കാലത്ത് എവിടേക്കോ ഞാൻ വായിച്ചു കിട്ടു. നാളികേരം എന്ന വാക്ക് രാമായണത്തിലുണ്ട്, വാൽമീകിയുടെ രാമായണത്തിലുണ്ട്. അപ്പോൾ ഗോകർണം എന്ന ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഹനുമാൻ്റെ അച്ഛൻ ഗോകർണത്തുകാരനാ. അങ്ങനെയുണ്ട്, കേട്ടില്ലേ അല്ലേ? ഹനുമാൻ്റെ അച്ഛൻ, അതായത് കൃത്യമായി പറഞ്ഞ ഹനുമാൻ്റെ ഭാര്യയുടെ, ഹനുമാൻ്റെ അമ്മയുടെ ഭർത്താവ്. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഹനുമാൻ്റെ അമ്മയുടെ ഭർത്താവ്. ആരെയാണോ ഹനുമാൻ്റെ അമ്മ അഞ്ജന വെളി കഴിച്ചത്, അദ്ദേഹം ഗോകർണത്തുകാരനാണ്. ശരി, അപ്പോൾ ഈ ഗോകർണ പ്രദേശത്ത് ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്തെന്ന് പറഞ്ഞാൽ, ഹനുമാന് അഞ്ജനാദേവി നൽകിയ പേര് സുന്ദരൻ എന്നാണത്രേ. അതുകൊണ്ട് ഹനുമാൻ സ്വാമി, ഹനുമാൻ നായകനായി വരുന്ന കാണ്ഡം സുന്ദരകാണ്ഡം എന്ന് വാമൊഴി പാരമ്പര്യം പറയുന്നു. അപ്പോൾ ഇത് പക്ഷേ ഞാൻ ഇതിൽ കണ്ടിട്ടില്ല, റിട്ടേൺ ടെക്സ്റ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വാമൊഴി പാരമ്പര്യത്തിന് വലിയ ഭാരതത്തെ പോലെ പ്രാധാന്യം കൊടുത്തിട്ട് ആളത് ആരാണ്? ഇപ്പോൾ ഞാൻ ഇവിടെ വേദം പഠിപ്പിക്കുന്ന ഒരാളാണ്. അതാരാ എഴുതി വെച്ചത്? ഇതിപ്പോൾ 11 സംഹിതയും എഴുതി വെച്ചു എന്ന് പറയണോ? ഇതിപ്പോൾ എന്നാ എഴുതി വെച്ചത്? വളരെ അടുത്ത കാലത്തല്ലേ. അതുവരെയൊക്കെ വാമൊഴിയായിരുന്നു. അപ്പോൾ വാമൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. അപ്പോൾ അങ്ങനെയും ഒരു കാഴ്ചപ്പാട് ഉണ്ട് എന്നർത്ഥം. ശരി, അപ്പോൾ ഈ രാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൻ്റെ മന്ത്രശക്തിയും, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമാണ് ആദ്യം പറയേണ്ടത്. മന്ത്രശക്തി രണ്ടാമത് പറയാം. കാരണം ഈ മന്ത്രശക്തിയെക്കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ എണീറ്റ് പോകും. കാരണം കാര്യം കിട്ടുമല്ലോ. അപ്പോൾ അത് അവസാനം പറയുള്ളൂ. അതും ശരി. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കഥാസന്ദർഭം ലഘുവായിട്ടൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് എവിടെയാണ് സീതാന്വേഷണത്തിന് വേണ്ടി തെക്കൻ ദിക്ക് നോക്കി ഇറങ്ങിപ്പുറപ്പെട്ട വാനരന്മാർ ജടായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ സമ്പാദിയിൽ നിന്ന് സീത ലങ്കയിലുണ്ട് എന്ന് അറിയുകയും അങ്ങനെ ലങ്കയിലേക്ക് എത്തുവാൻ വേണ്ടി സമുദ്രതീരത്ത്
എത്തി നിൽക്കുകയാണ്. അവിടെയാണ് ആരംഭിക്കുന്നത്. അവിടെ എത്തിയിട്ട് അതിനു മുമ്പ് തൊട്ട് മുമ്പിലുള്ള കാണ്ഡത്തിൽ തൻ്റെ ഗുരുവായ ജാമ്പവാൻ ഹനുമാനോട് ഹനുമാൻ്റെ കഴിവുകളെക്കുറിച്ച് ധാരാളമായി വർണ്ണിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതാ. ശിഷ്യൻ്റെ കഴിവെന്താണെന്ന് ശിഷ്യൻ അറിയില്ലെങ്കിലും ഗുരുവിനറിയാമെന്നാ. അതായത് അർജുനൻ എന്ന് പറയുന്ന ശിഷ്യൻ്റെ ഗുണം എന്താണെന്ന് അയാൾക്കറിയില്ല, അർജുനൻ്റെ ഗുരുവായ കൃഷ്ണനറിയാം. അപ്പോൾ എന്തായി, ആ കഴിവ് മറഞ്ഞുപോയി, ആ സ്വസ്വരൂപം മറഞ്ഞുപോയി. അപ്പോൾ ഒന്ന് പുറത്ത് കെട്ടി, എണീക്കട കുട്ടി, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എണീറ്റു. എന്നതുപോലെ ജാമ്പവാൻ ഹനുമാനോട് അദ്ദേഹത്തിൻ്റെ ശക്തി വിശേഷങ്ങൾ എന്താണെന്ന് വർണ്ണിച്ചപ്പോൾ സ്വസ്വരൂപത്തെക്കുറിച്ച്, തൻ്റെ ശക്തി വിശേഷത്തെക്കുറിച്ച് ബോധം വന്ന ഹനുമാൻ സമുദ്രത്തെ മറികടക്കുവാൻ തീരുമാനം എടുക്കുന്നു. നിശ്ചയിച്ചുറപ്പിച്ച് സമുദ്രതീരത്തുള്ള പർവ്വതത്തിന് മുകളിൽ, മലയുടെ മുകളിൽ കയറി നിന്ന് സമുദ്രത്തെ ലംഘിക്കുവാൻ വേണ്ടി നിൽക്കുന്നതാണ് സുന്ദരകാണ്ഡത്തിലെ ആദ്യത്തെ ദൃശ്യം. രാമകാര്യാർത്ഥം എത്ര വിഷമം പിടിച്ച കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഹനുമാനെയാണ്, ഹനുമാൻ്റെ ആ സുന്ദരമൂർത്തിയാണ് സുന്ദരകാണ്ഡം തുറക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കാണുന്നത്. ശരി, അതിനുശേഷം അദ്ദേഹം കുതിച്ച് ചാടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കുതിച്ച് ചാട്ടം എന്താണെന്നൊക്കെ കുറേ പറയാനുണ്ട്. സമയമൊക്കെ ഒരു 10 മിനിറ്റ് അങ്ങോട്ടൊക്കെ ആവട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, അപ്പോൾ കുതിച്ച് ചാടാണ്. കുതിച്ച് ചാടിയപ്പോഴോ ആദ്യമായിട്ട് അപ്പോൾ സാഗരദേവത എന്ത് പറഞ്ഞു? മൈനാകം എന്നൊരു പർവ്വതത്തോട് പറഞ്ഞു, അതെ, ഈ പറയുന്നത് രാമകാര്യാർത്ഥം ഹനുമാൻ എന്ന് പറയുന്ന ഒരു ദൂതൻ വരുന്നുണ്ട്, രാമൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. രാമൻ്റെ പൂർവ്വപിതാക്കന്മാർ എന്നെ വലിയ തോതിൽ ഉള്ളതാണ്. പണ്ട് സഹായിച്ചവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നത് സനാതനധർമ്മമാണല്ലോ. ഈ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. സനാതനധർമ്മം എന്ന വാക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണണമെങ്കിൽ ആദ്യമായിട്ട് സനാതനധർമ്മം എന്ന വാക്ക് ഭാരതത്തിലുള്ളത് സുന്ദരകാണ്ഡത്തിലാണ്. റെഫർ ചെയ്തോളൂ, സുന്ദരകാണ്ഡത്തിലാണുള്ളത്, സുന്ദരകാണ്ഡത്തിൽ. ശരി, അപ്പോൾ ഇത് സനാതനധർമ്മമാണല്ലോ. അപ്പോൾ മൈനാകം എന്ത് ചെയ്തു? ഹനുമാന് വിശ്രമിക്കുവാൻ വേണ്ടി കടലിൻ്റെ അടിയിൽ നിന്ന് പതിയെ ഉയർന്നു വന്നു. അപ്പോൾ അത് കണ്ട് ഹനുമാൻ ആദ്യം വിചാരിച്ചു തന്നെ തടയാൻ വന്ന ആരാണോ, ഒറ്റ അടിയെ കൊടുത്തു. അപ്പോൾ മൈനാകം പറഞ്ഞു, അയ്യോ സ്വാമി രക്ഷിക്കണം, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ വന്നല്ല, ഞാൻ എൻ്റെ സ്വാമിയുടെ ആജ്ഞ അനുസരിച്ച് വന്നതാണ്. അങ്ങക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ യഥേഷ്ടം വിശ്രമിച്ച് അങ്ങ് ക്ഷീണം തീർത്ത് പൊക്കോളൂ. ഞാൻ രാമകാര്യാർത്ഥം പോവുകയാണ്, വിശ്രമം എനിക്ക് വിധിച്ചിട്ടില്ല. ലക്ഷ്യമെത്തുന്നതുവരെ വിശ്രമം എനിക്ക് വിധിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, വിശ്രമം എനിക്ക് വിധിച്ചിട്ടില്ല. കാരണം ഞാൻ ആശ്രമവാസിയാണ്. എന്താണ് ആശ്രമം എന്ന വാക്കിൻ്റെ അർത്ഥം? അശ്രാന്ത പരിശ്രമ ഇതി ആശ്രമ. ഒരു ചെറ്റക്കുടിൽ, അതിലൊരു സന്യാസി താടിയും മുടി നീട്ടി, അത് ആശ്രമമാണത്രേ. അതിനല്ലേ ആശ്രമം എന്ന് പറയണത്. അതിനെ നമുക്ക് ചെറ്റക്കുടിയിൽ നിന്ന് വിളിക്കാം, ഒരു പുൽക്കുടിയിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ മുളങ്കുടിയിൽ നിന്ന് വിളിക്കാം. അതിനൊന്നല്ല ആശ്രമമൊന്നും. ഞാനും ആശ്രമവാസികളാണ്, നിങ്ങളും ആശ്രമവാസികളാണ്. എൻ്റേത് ഗൃഹസ്ഥാശ്രമമാണ്. ഒരു നിമിഷം പോലും ഇപ്പോൾ ഞാനിവിടെ വന്ന് പ്രസംഗിക്കുകയാണ്, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുകയാണ്, അപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ അല്ല നടക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്താ അധികാരമുള്ളത്? ഒരു അധികാരമില്ല. അപ്പം എന്തായി? അശ്രാന്ത പരിശ്രമം, വിശ്രമമില്ലാതെ അവനവൻ്റെ ധർമ്മത്തെ നിർവഹിക്കുന്നതിനുള്ള ശബ്ദമാണ് ആശ്രമം. ഹനുമാൻ പറഞ്ഞു, ഞാൻ ആശ്രമവാസിയാണ്, എനിക്ക് വിശ്രമം പറഞ്ഞിട്ടില്ല. അത് നോക്കൂ, മാത്രമല്ല നേരം ഇരുട്ടായി തുടങ്ങി, എനിക്ക് അതിനു മുമ്പ് ലങ്കയിലെത്തണം. അതുകൊണ്ട് മൈനാകത്തോട് നന്ദി പറഞ്ഞു, എൻ്റെ ആദിത്യം ഞാൻ സ്വീകരിച്ചു എന്നും പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി ആ പർവ്വതരാജനെ ഒന്ന് തലോടി വീണ്ടും കുതിച്ചു. അതിനുശേഷം അങ്ങനെ പോയപ്പോൾ എന്തായി? അപ്പോൾ ദേവന്മാർക്ക് ഉറപ്പില്ല. ഈ ലങ്ക എന്ന് പറഞ്ഞാൽ ഭൗതിക സമൃദ്ധിയുടെ ഒരു കേദാരമാണല്ലോ. ഹനുമാൻ അവിടെ എങ്ങാൻ ചെന്ന് കണ്ണു മഞ്ഞളിച്ചാലോ? അപ്പോൾ അത് പരീക്ഷിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സുരസ എന്ന് പറയുന്ന നാഗമാതാവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. സുരസ വന്ന് പറഞ്ഞു, തടഞ്ഞു. ഈ ദേവതകൾ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്, ഇതിലേ പോകുന്ന എല്ലാവരും എൻ്റെ ഭക്ഷണമാണ്, അതുകൊണ്ട് നീ എൻ്റെ വായ കയറണം. സാധിക്കില്ല, ഞാൻ രാമകാര്യാർത്ഥം പോവുകയാണ്, തിരിച്ചു വന്നേരം വേണമെങ്കിൽ വായ കയറാം, ഇപ്പം നേരമില്ല. ശരി, അപ്പം അതൊന്നും പറ്റില്ല. സുരസ വായ തുറന്നു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഇവള അത്ര മോശക്കാരിയല്ല. ഹനുമാൻ അങ്ങോട്ട് വലുതായി.
അവൾ 10 യോജന വലുതായപ്പോൾ ഹനുമാൻ 20 യോജന വലുതായി. അവൾ 30 യോജന വലുതായപ്പോൾ ഹനുമാൻ 40 യോജന വലുതായി. അവസാനം 100 യോജന വലുതാവാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹനുമാൻ, ഇവിടെ പറയുന്ന ഓരോ വാക്കും നല്ലതുപോലെ ശ്രദ്ധിക്കണേ, ഹനുമാൻ അങ്കുഷ്ടമാത്രമായി ചെറുതായി. ഈ അങ്കുഷ്ടം എന്ന വാക്കിനൊക്കെ വലിയ അർത്ഥമുണ്ട് കേട്ടോ. ശരി, അങ്കുഷ്ടമാത്രമായി ചെറുതായി അവളുടെ നാവിൽ കയറി പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ പറഞ്ഞു, സുരസ പറഞ്ഞു, ദേവന്മാരെ പറഞ്ഞയച്ച് വന്നിട്ടുള്ളതാണ്, അങ്ങേക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ഇതിലേക്ക് പോയി. ഹനുമാൻ സ്വാമി വീണ്ടും യാത്രയാവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു ക്ഷീണം പിടിക്കുന്നത് മതി, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നോക്കുമ്പോണ്ട് താടത്ത് സിംഹിക എന്ന് പറഞ്ഞ് മറ്റൊരു രാക്ഷസി നിഴല് പിടിച്ച് മുകളിലൂടെ പോകുന്നവരുടെ നിഴല് വലിച്ചു പിടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ ഭക്ഷണമാക്കുക. ഇതാണ് അവളുടെ ജോലി. അപ്പോൾ ഇവളെക്കുറിച്ച് പണ്ട് സുഗ്രീവൻ പറഞ്ഞത് ഹനുമാൻ ഓർമ്മ വന്നു. സുഗ്രീവൻ പറഞ്ഞു, ഇങ്ങനെ ഈ കടലിലൂടെ പോകുന്നവളെ പിടിക്കുന്ന ഒരു രാക്ഷസയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയില്ല, നേരെ അവളുടെ ഉള്ളിൽ കയറി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവളുടെ ഹൃദയത്തെ ഭേദിച്ച്, നരസിംഹം എന്താണോ ചെയ്തത് എന്ന മട്ടിൽ അവളെ ഛിന്ന ഭിന്നമാക്കി അവളെ കടലിൽ തന്നെ താഴ്ത്തി അടുത്ത യാത്ര തുടർന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കഥകളാണ്. ഇത് പറയാൻ കാരണമുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട ബിന്ദുക്കളാണ്, പോയിന്റുകളാണ്. അതുകൊണ്ടാണ് അത് ഞാൻ മറന്നു പോകാൻ കൂടി ഇരിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നത്. ശരി, നിങ്ങൾക്കത് അറിയാം, ഈ കഥ അറിയാമെന്ന് എനിക്കറിയാം. ശരി, അത് കഴിഞ്ഞ് ഹനുമാൻ വീണ്ടും യാത്ര തുടർന്നു. യാത്ര തുടർന്ന് അവസാനം ലങ്കയിലെത്തി. തീരത്തെത്തി ഉയർന്നു നോക്കി. ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക. അപ്പോൾ ഹനുമാൻ വിചാരിക്കുകയാണ്, അതിന് മുകളിലായിരിക്കും സീതാദേവി ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും ഉയരമുള്ള പർവ്വതം, അതിൻ്റെ മുകളിലേക്ക് പതിയെ ഹനുമാൻ കയറുകയാണ്. അങ്ങനെ കയറിയപ്പോൾ ലങ്കാനഗരിയിലെത്തിയപ്പോൾ അടുത്ത തടസ്സം, ഗംഭീരയായ ഒരു കാവൽ ദൈവം അവിടെ നിൽക്കുന്നു. ലങ്കിനി എന്നാണ് അവളുടെ പേര്. ലങ്കിനി പേരൊക്കെ ശ്രദ്ധിക്കണേ. ലങ്കിനി, ലങ്കാലക്ഷ്മി എന്നൊക്കെ പേരിൽ ചില, ലങ്കാലക്ഷ്മി എന്നൊരു നാടകമുണ്ട് അല്ലേ നമ്മുടെ ശ്രീകണ്ഠനാരുടെ, ഗംഭീരമായ നാടക. അപ്പോൾ ഈ ലങ്കാലക്ഷ്മി മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞു, നിനക്ക് എന്ത് ധൈര്യമുള്ളത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, നീ ആരാണ് എന്താണെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഇത് കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. മുഷ്ടി ചുരുട്ടി ഒറ്റ അടിയെ കൊടുത്തു. ശ്രദ്ധിക്കുക, ഇതിനു മുൻപ് 2 തടസ്സങ്ങളുണ്ടായപ്പോഴും ഹനുമാൻ മുഷ്ടി ചുരുട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കൊലുഷ ഉണ്ടാവുമെന്ന് കൂട്ടിക്കോളൂ. ചെയറൊക്കെ ഇട്ടിരുന്നോളൂ കേട്ടോ, അങ്ങനെ നിങ്ങൾ നിൽക്കണ്ട, അവിടെ ചെയർ ഉള്ള സ്ഥലത്ത് ഇരുന്നോളൂ. അപ്പോൾ എന്താ പറഞ്ഞാൽ, അപ്പോൾ എന്തായി, ഹനുമാൻ്റെ മുഷ്ടി ചുരുട്ടി ഇടി കെട്ടിയപ്പോൾ അവൾ രക്തം ഛർദ്ദിച്ചു. ശരി, അതിനുശേഷം ഹനുമാൻ ലങ്കയിലെത്തുന്നു. ലങ്കയുടെ മുക്കും മൂലയും തിരയുന്നു. അവസാനം ഓരോരോ രാക്ഷസന്മാരുടെ ഗൃഹത്തിൽ പോകുന്നു. അവസാനം രാവണൻ്റെ ഗൃഹത്തിലേക്ക് എത്തുന്നു, കൊട്ടാരത്തിലേക്ക് എത്തുന്നു, രാവണൻ്റെ അന്തപുരത്തിലേക്ക് എത്തുന്നു. ശരിക്കും ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ മൂലരാമായണം, അതായത് വാൽമീകിയുടെ രാമായണം തന്നെ വായിക്കണം. എന്താണെന്നറിയോ, ഇത്ര ഗംഭീരമായിട്ടാണ് ഇതിനെ വാൽമീകി ഇത് എഴുതിയിട്ടുള്ളത്. ഞാനത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ യാത്രയിലായിരുന്നു. തിരിച്ചു വന്ന് 2 ദിവസം മുമ്പാണത് ഞാൻ ഒന്ന് ചില പോയിന്റുകൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്ത് വന്നു. അദ്ദേഹം പഴയ കുട്ടിക്കാലത്തുള്ള സുഹൃത്താണ്. അദ്ദേഹം സാധകനോ അല്ലെങ്കിൽ സമ്പ്രദായം ഒന്നുമില്ല, എൻ്റെ സുഹൃത്ത്. അപ്പോൾ വന്ന സമയത്ത് ഒരു ഇരയെ കിട്ടിയ സന്തോഷമാണല്ലോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേൾക്കാൻ വേണ്ടി ഒരാൾ വന്നു എന്നുള്ളത്. അപ്പോൾ എന്താ, ഞാൻ അയാളോട് താനോട് ഇരിക്കുക, ഞാൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയണ്ട്. അതെന്താ, അതെ, ഈ രാമായണത്തെക്കുറിച്ച് ഞാൻ നോട്ട് തയ്യാറാക്കുകയാണ്, താൻ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ അന്തപുരത്തിൽ, അതായത് നമ്മുടെ രാവണൻ്റെ അന്തപുരത്തെക്കുറിച്ച് വാൽമീകി വർണ്ണിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ മദ്യം കഴിച്ച് മതോന്മത്തരായി മയങ്ങിക്കിടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതിനെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അവിടെ രാവണൻ്റെ കൊട്ടാരത്തിലാണ് പന്നിയിറച്ചി, എന്താണ് പോത്തിറച്ചി, മാനിറച്ചി, ഇതൊക്കെ രാമായണത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം കഴിച്ചങ്ങനെ എന്താ പറയുക, 10 കുപ്പി കള്ള് കുടിച്ച ആൾക്കാരെ പോലെ ഇങ്ങനെ മയങ്ങി കിടക്കുന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇത് എൻ്റെ സുഹൃത്തിനെ ഞാൻ കേൾപ്പിച്ചു. അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞു, എടോ
ഇത് എനിക്കുണ്ടല്ലോ 2 കുപ്പി പെഗ്ഗടിച്ച അനുഭവം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതായത് ഒരു ഇത്രയും മദ്യപന്മാരുടെ സദസ്സിൽ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത്രയും ഗംഭീരമായിട്ട് മദ്യത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പം അത്ര അത് അയാൾ പറയണത് കേൾക്കുമ്പോൾ ഞാൻ മദ്യത്തിൻ്റെ മണമാണ്, താനത് പറയുമ്പോൾ മദ്യം മണക്കായിരുന്നു എനിക്ക് എന്ന് ഞാൻ പറഞ്ഞത്. ആ വാക്കുകളൊക്കെ ഉണ്ട്. അയാൾക്ക് രാമായണമായിട്ടൊരു ബന്ധമില്ല, അപ്പോൾ അയാൾ പറയണം താൻ വായിക്കുമ്പോൾ എനിക്ക് മദ്യം മണക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വാക്കുകളെ കൊണ്ട് ഒരു ലോകമുണ്ടാക്കുവാനുള്ള ഋഷിയുടെ കഴിവിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയണത്. ശരി, അത് അവിടെ ചെന്ന സമയത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീ, രാവണ പത്നി അല്ലെങ്കിൽ രാവണൻ്റെ കൊട്ടാരത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ ഹനുമാന് സംശയം അത് സീതയായിരിക്കും. പിന്നെ അപ്പോഴാണ് ഹനുമാൻ്റെ ബുദ്ധി ഉദിച്ചത്, രാമനെ കാണാതെ സീതയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ? അപ്പല്ല, തീർച്ചയായും അത് സീതയാവാൻ തരല്ല. പിന്നെ അവിടെ നിന്ന് പോയി അങ്ങനെ കഷ്ടപ്പെട്ട് എത്രയായിട്ട് സീതയെ കാണുന്നില്ല. അവസാനം ഹനുമാൻ തീരുമാനിക്കുകയാണ്, ഞാൻ സീതയെ കാണാതെ തിരിച്ചു ചെന്നാൽ അത് ആർക്കും താങ്ങാൻ സാധിക്കില്ല, തിരിച്ച് ചെല്ലാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഹനുമാൻ ഒരു ശരാശരി ഹിന്ദുവിനെ പോലെ ചിന്തിച്ചു, എന്താണ് ആത്മഹത്യ. അപ്പോൾ പിന്നെന്തായി? അപ്പോൾ കുറച്ചുകൂടി സമയത്ത് വീണ്ടും ചിന്തിച്ചു, ഇപ്പം ഞാൻ ആത്മഹത്യ ചെയ്താൽ രാമന് സീതയെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സീതയെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്യും. ശ്രീരാമചന്ദ്രൻ ആത്മഹത്യ ചെയ്താലോ ലക്ഷ്മണൻ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും. ലക്ഷ്മണൻ ആത്മഹത്യ ചെയ്താൽ ഭരതൻ ആത്മഹത്യ ചെയ്യും. അതൊക്കെ കാരണം സുഗ്രീവൻ ആത്മഹത്യ ചെയ്യും. ഇത് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. അതായത് ഹനുമാൻ്റെ ഉള്ളിൽ നടക്കുന്ന മാനസിക വിക്ഷോഭങ്ങളെ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് തൊഴുതു പോകും. അതും അവസാനം ഹനുമാൻ തീരുമാനിക്കുന്നു, അല്ല ഇതിനെല്ലാമുള്ള പോംവഴി, ഇവിടെയാണ് ഹനുമാനെ പ്രതീകമാക്കേണ്ടത്, ഇതിനെല്ലാമുള്ള മറുപടി പോംവഴി എൻ്റെ ഉത്സാഹമാണ്. ഉത്സാഹം കൊണ്ട് ഞാൻ ദേവിയെ കണ്ടുപിടിക്കും. ശരി, വീണ്ടും ഇറങ്ങി അവസാനം ഒരു ദേവ ചൈത്യത്തിൽ, ചൈത്യം എന്ന വാക്കാ പറഞ്ഞിട്ടുള്ളത്, ചൈത്യം. അപ്പോൾ ഒരു ദേവചൈത്യത്തിൽ ദൂരെ നിന്ന് കുറച്ച് രാക്ഷസിമാരുടെ ഇടയിൽ ഇങ്ങനെയാണ് പറയണത്. അതെ, എന്താ പറയണമെന്നറിയോ? പ്രഥമാ തിഥിയിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമാ തിഥിയിലെ ചന്ദ്രരേഖ പോലെ ഒരു സുന്ദരിയെ ഞാൻ കണ്ടു. ശുക്ലപക്ഷത്തിലെ, അതായത് അമാവാസിയുടെ തൊട്ട് പിറ്റേ ദിവസമാണ്. അമാവാസിയുടെ തൊട്ട് പിറ്റേ ദിവസം ചന്ദ്രൻ എന്ത് നിറണ്ടാവും നമുക്കറിയാലേ. അപ്പം തൊട്ട് പിറ്റേ പ്രഥമാ തിഥിയിലെ ശുക്ലപക്ഷത്തിലെ ചന്ദ്രരേഖ പോലെ ഞാൻ ആ സീത എന്ന വിദ്യയെ, ഒരു വിദ്യയെ ഞാൻ കണ്ടു. വിദ്യ, ഈ വാക്കൊക്കെ ശ്രദ്ധിക്കണേ, ഒരു വിദ്യയെ ഞാൻ കണ്ടു. ഹനുമാൻ അവിടെ ചെന്ന് പതുങ്ങിയിരുന്നു. ആ ശേഷം കുറേ നേരം നോക്കി എന്തൊക്കെയാണ് രാക്ഷസിമാരുടെ ഇടയിൽ സീത എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നോക്കി. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ രാവണൻ വരുന്നു. രാവണൻ ഭീഷണിപ്പെടുത്തുകയാണ്, ഞാൻ അങ്ങനെയാക്കും ഞങ്ങൾക്ക് സമയമില്ല, 2 മാസം കൂടി, അല്ല 1 മാസം നിനക്ക് സമയം തരില്ല, 1 മാസമുള്ള തീരുമാനിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല വിളിക്കുന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമുണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ സീത എന്ത് ചെയ്തു? ഒരു പുല്ലെടുത്ത് മുന്നിൽ കിട്ടുകൊടുത്തു. ഒരു പുല്ലെടുത്ത് ഇനി എനിക്കിതാണെന്ന് പറഞ്ഞു, തൃണമൂലമാണെന്ന് പറഞ്ഞൊരു പുല്ലിട്ട് മുന്നിൽ കിട്ടുകൊടുത്തു. അതും കൂടി കണ്ടപ്പോൾ രാവണൻ അപ്പം തന്നെ വാളെടുത്തു. ആ വാളെടുത്ത് അവളെ കൊല്ലാൻ നിന്നു. ആ സമയത്ത് മറ്റൊരു രാക്ഷസി, അതേ രസം, മറ്റൊരു രാക്ഷസി വിലാസവതിയായിക്കൊണ്ട് രാവണൻ ആലിംഗനം ചെയ്തു. എന്തിനാണ് ഈ ചടച്ച ഈ പെണ്ണിനെ, ഞാൻ കൂടെ വരാം എന്നും പറഞ്ഞ് രാവണനെ കൂട്ടിക്കൊണ്ടായി. അങ്ങനെ ആ ഒറ്റ കാരണം കൊണ്ട് സീത രക്ഷപ്പെട്ടു. ഇത് രാമായണത്തിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല കേട്ടോ, ഇതെല്ലാം രാമായണത്തിലുള്ളതാണ്. ശരി, അതും കഴിഞ്ഞ് രാമൻ്റെ കഥ മരത്തിൻ്റെ മുകളിലിരുന്ന് പറഞ്ഞ് സീതയെ കേൾപ്പിച്ച് പിന്നീട് സീതയുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് സീതാദേവിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് താൻ രാമദൂതനാണെന്ന കാര്യവും പറഞ്ഞ് സീതാദേവിയെ ആശ്വസിപ്പിക്കുന്ന സുന്ദരൻ ഹനുമാൻ. അതും കഴിഞ്ഞ് ലങ്കാപുരിയെ നാശനഷ്ടങ്ങളുണ്ടാക്കിയ ഹനുമാനെ എല്ലാവരും ചേർന്ന് കെട്ടി രാവണൻ്റെ മുമ്പിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഹനുമാനും തമ്മിലുള്ള സംഭാഷണം. ദൂതനെ കൊല്ലാൻ പോകുന്നു, വിഭീഷണൻ തടയുന്നു. അതിനുശേഷം വാലിൽ തീ കത്തിക്കുന്നു.
ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിക്കുന്നു. അതിന് ശേഷം സീതയെ കണ്ട് സീതയുടെ കയ്യിൽ നിന്ന് ചൂടാമണിയും വാങ്ങി തിരിച്ച് കടൽ കടന്ന് സുഗ്രീവൻ്റെ സന്നിധിയിൽ എത്തുന്നു. എത്തി രാമനോട് എല്ലാ വൃത്താന്തങ്ങളും പറയുന്നു. എന്നിട്ട് പറയാണ്, അങ്ങ് വരുന്നതും കാത്തിരിക്കുകയാണ് സീത, അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സീത. അങ്ങ് വരുമെന്നുള്ള ശാന്തിയോടുകൂടെ സീത വർത്തിക്കുന്നു എന്ന്. എവിടെ തുടങ്ങി? ഉത്സാഹത്തിൽ തുടങ്ങി ശാന്തിയിൽ അവസാനിക്കുന്നു. ഇവിടെ സുന്ദരകാന്ഡത്തിൻ്റെ കഥ പൂർണ്ണമാവുന്നു. ശരി, ഇനി ഇതാണ് ഇതിൻ്റെ ആമുഖം. ഇവിടെ ഞാൻ കഥ എന്ന് 2-3 തവണ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണത്. കഥ പറയുക, കഥ കേൾക്കുക. നമ്മളൊക്കെ കഥ കേട്ട് വളർന്നിട്ടുള്ളവരാണ്, കുട്ടിക്കാലത്ത് കഥ കേട്ട് വളർന്നിട്ടുള്ളവരാണ്. എന്നാൽ നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട എല്ലാ കഥകളും സന്തോഷത്തിലായിരുന്നുവോ, ശുഭപര്യവസായി ആയിരുന്നുവോ അല്ലയോ? ആയിരുന്നു അല്ലേ? ശുഭപര്യവസായി തന്നെയായിരുന്നു. നമ്മൾ കേട്ടിട്ട് എല്ലാ കഥയും ഒരു വലിയൊരു ഘോരമായ ദുഃഖത്തിൽ അവസാനിക്കുന്ന വല്ല കഥയും എൻ്റെയും നിങ്ങളുടെയും മുത്തശ്ശിമാരാരെയും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ദുഃഖത്തിൽ അവസാനിക്കുന്ന കഥയൊക്കെ നമ്മൾ വായിച്ച് പരിചയപ്പെടാം. എം മുകുന്ദനെയും ഒ വി വിജയനൊക്കെ വായിക്കാൻ തുടങ്ങിയതാണ്. രവി പാമ്പ് കൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ഇയാൾ ഹരിദ്വാറിൽ പോയി കഞ്ചാവ് വലിച്ചു എന്നൊക്കെ നമ്മൾ പിന്നെ മുതിർന്നപ്പോഴാണ് 10ാം ക്ലാസ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതൊക്കെ ഈ ദുഃഖത്തിൽ അവസാനിക്കുന്ന കഥ വായിക്കാൻ തുടങ്ങിയത്. അതുവരെ എല്ലാ കഥകളും ശുഭപര്യവസായികളായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കഥകൾ എപ്പോഴും ശുഭപര്യവസായികളായിരിക്കണം. കഥ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? കഥനം, കഥിക്കപ്പെടുന്നത് കഥ. മനോഹരമായ വാക്യരചന, രഹസ്യം എന്നെല്ലാമാണ് കഥയ്ക്ക് അർത്ഥം. ദേവതകളുടെ ആഖ്യാനം കഥയാണ്. അതെപ്പോഴും ശുഭപര്യവസായി ആയിരിക്കുകയും വേണം. ഞാൻ മനഃപൂർവ്വമാണ് ഈ ഒരു ഇങ്ങനെ പറയുന്നത്. ദേവന്മാരുടെ ആ ചരിതത്തെ പറയുന്നത് കഥ. ആ കഥകളെല്ലാം തന്നെ ശുഭപര്യവസായി ആയിരിക്കുകയും വേണം. എന്നാൽ മനുഷ്യകഥാനുഗായിക, അതായത് മനുഷ്യചരിതം എല്ലായ്പ്പോഴും ശുഭപര്യവസായി ആകണമെന്നില്ല. ദേവതകളുടെ ചരിതം കഥയും മനുഷ്യചരിതം വ്യഥയുമാണ്. ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കണം. ഒന്ന് വ്യഥയാണെങ്കിൽ ഒന്ന് കഥയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, രാമായണത്തിന് 6 കാണ്ഡമാണുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്. രാമായണത്തിലെ യുദ്ധകാന്ഡം അവസാനിക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേകം എന്ന ശുഭപര്യവസാനത്തോടു കൂടിയാണ്. എന്നാൽ ഉത്തര രാമായണം എന്ന് പറയുന്ന ഭാഗം അവസാനിക്കുന്നത് ദുഃഖത്തോടു കൂടിയാണ്. അതുകൊണ്ട് വ്യഥയും കഥയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന ഒരാൾക്ക് അറിയാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്ന്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാം, സീതയെ കാട്ടിലുപേക്ഷിച്ച ഒരു രാമൻ, ശംഭൂകൻ എന്ന ശൂദ്രൻ്റെ തപസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ തലവെട്ടിക്കൊന്ന രാമൻ, ഇങ്ങനെ പിൽക്കാലത്തെ ജാതി ബ്രാഹ്മണ്യം തിരികെ കയറ്റിയ ദുഷ്ടനായ രാമനെ, അതായത് ദുഷ്ടൻ ഇൻവെർട്ടർ കോമയിൽ, ഇങ്ങനെ ഒരു രാമനെ പിന്തുണയ്ക്കേണ്ട ബാധ്യത രാമഭക്തന്മാരായ നമുക്കില്ല. എറണാകുളത്തപ്പൻ അനുഗ്രഹം. ഓരോ ദിവസവും നമ്മളെപ്പോലുള്ളവരെ കണ്ടുവന്ന് പറയാണ്, ശംഭൂകനെ കൊന്നില്ലേ, അത് ചെയ്തില്ലേ, ഉപേക്ഷിച്ചില്ലേ. എടോ മനുഷ്യ, വ്യഥയും കഥയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി തീരുന്ന വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു തെളിവ് കൂടി പറഞ്ഞുതരാം.
ഇവിടെ അത്യാവശ്യം ഗവേഷണം നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അതായത് ഒരു ഗ്രന്ഥത്തിലും ഗ്രന്ഥം അവസാനിക്കുന്നതിന് മുൻപ് ഒരിക്കലും അതിൻ്റെ ഫലശ്രുതി പറയില്ല. അടിവരായിട്ട് പഠിച്ചോളൂ, അടിവരായിട്ട് മനസ്സിലാക്കിക്കോളൂ. രാമായണത്തിൻ്റെ ഫലശ്രുതി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് യുദ്ധകാണ്ഡത്തിലാണ്. അപ്പോൾ ഗ്രന്ഥം തീരുന്നതിന് മുമ്പ് ഫലശ്രുതി പറയാ, അതെന്താ? ഇത്രയേ ഉള്ളൂ. അത് പിൽക്കാലത്ത് ആരൊക്കെയോ കൂട്ടിച്ചേർത്തു. നമ്മൾ ആ വിഴുപ്പ് ഇപ്പോഴും ചുമക്കുന്നു, നിവൃത്തിയില്ല. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ചുമക്കാം. ഇത് വിഴുപ്പാന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചുമക്കാം. അപ്പോൾ നമുക്ക് ബാധ്യതയില്ല എന്നർത്ഥം. ശരി, അതൊന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 6 കാണ്ഡങ്ങളെ രാമായണത്തിനുള്ളൂ. 6 കാണ്ഡത്തിന് പ്രാധാന്യമുണ്ട്. ഈ 6 വലിയ പ്രാധാന്യമുണ്ടേ. ശരി, ഇനി പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, രാമായണത്തിൻ്റെ, അതായത് പ്രത്യേകിച്ച് സുന്ദരകാന്ഡത്തിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞത് 30 തരത്തിൽ പറയാം. കുറഞ്ഞത് 30 തരത്തിൽ പറയാം. ഒരു 3 തരത്തിൽ പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്, സമയം കിട്ടുകയാണെങ്കിൽ. അതിൽ ആദ്യത്തേത് വളരെ ചെറുതാണ്, സാമാന്യമായി കഥയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെനിക്ക് പറഞ്ഞ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു ആചാര്യനാണ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒന്നും എൻ്റെ അല്ല, തീർച്ചയായിട്ടും എൻ്റെ അല്ല. അതായത് ഞാൻ ചോദിച്ചു, എന്താണ് ആചാര്യൻ രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൻ്റെ പ്രാധാന്യം? അതിന് ആചാര്യൻ പറഞ്ഞതാണ്, സുന്ദരകാന്ഡമോ രാമായണം ശുഭപര്യവസായി അവസാനിക്കും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് സുന്ദരകാന്ഡം. 1, രാമൻ്റെ പുനർജന്മമാണ് സുന്ദരകാന്ഡം. ചോദ്യം എന്താ അങ്ങനെ പറയുന്ന ആചാര്യൻ? ഇല്ലെങ്കിൽ സീത എവിടെയെന്നറിയാതെ രാമൻ ഉരുകിപ്പോകുമായിരുന്നു. അത് വാൽമീകിയുടെ രാമായണം വായിച്ചാൽ അറിയാം, എഴുത്തച്ഛൻ്റെ രാമായണം വായിച്ചാൽ അത് മനസ്സിലാവില്ല. വാൽമീകിയുടെ രാമായണം വായിച്ചാൽ സീത എന്ന് പറയുന്ന തൻ്റെ പതിവ്രതയായ പത്നിയോട് രാമൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പുരുഷന് തൻ്റെ ഭാര്യയോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടാവും. രാമൻ ഉരുകിപ്പോകുമായിരുന്നു, രാമൻ ഇല്ലാതാവും, ഭൂമിക്കടിയിൽ പോയി പോകും. അപ്പോൾ എന്തായി? രാമൻ്റെ പുനർജന്മമാണ്. ഈ ഒരു നാടകം ശുഭപര്യവസായിയായി അവസാനിക്കുമെന്നുള്ള ഉറപ്പാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് രാമായണം ശുഭപര്യവസായിയായി അവസാനിക്കുവാൻ വേണ്ടി സുന്ദരൻ്റെ ചുവടാണ്, സുന്ദരരൂപിയായ ഹനുമാന്റെ ചുവടാണ് രാമായണം. ഹനുമാൻ ആ ചുവട് വെച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും രാമായണം കേൾക്കുവാൻ സാധിക്കില്ലായിരുന്നു. കാരണം അത് ദുരന്തകാവ്യമാവുമായിരുന്നു. ശ്രദ്ധിക്കുക, അത് ദുരന്തകാവ്യമാകുമായിരുന്നു. ഇവിടെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ, രാമൻ അവതാരമാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ ഈ ഗ്രന്ഥത്തെ വെച്ച് മാത്രമാണ് പറയണത്. ഗ്രന്ഥത്തെ പഠിക്കുകയാണ്, മറ്റൊന്നും വെച്ചല്ല പഠിക്കുന്നത്. അതിൽ രാമൻ അത്രമാത്രം സീതയ്ക്ക് വേണ്ടി വേപതു പൂണ്ടവനാണ്. രാമൻ ഉരുകിയില്ലാതായാൽ പിന്നെ രാമായണം എവിടെയാണുള്ളത്? ഇല്ല. രാവണൻ നിഗ്രഹം എവിടെയാണുള്ളത്? ഒന്നുമില്ല. രാമായണം ശുഭപര്യവസായിയായി അവസാനിക്കുന്നതിന്, ഈ നാടകം ശുഭപര്യവസായിയായി അവസാനിക്കുന്നതിന് ഈശ്വരനാൽ ദത്തമായ ഒരു ഭാഗമായിട്ട് നമുക്ക് സുന്ദരകാന്ഡത്തെ കാണാം. അതിലെല്ലാം സുന്ദരമാണ്. അതിൽ സുന്ദരൻ തന്നെ സുന്ദരനാണ്. ഹനുമാൻ സുന്ദരനാണ്. അവൻ്റെ വാക്ക് സുന്ദരമാണ്. അവൻ്റെ ബുദ്ധി, ഹനുമാനെ പോലെ ബുദ്ധി, അത്ഭുതകരമായ ബുദ്ധി. ഹനുമാന്റെ ബുദ്ധി സുന്ദരമാണ്. വാർത്താലാപം, അവൻ്റെ സംഭാഷണം സുന്ദരമാണ്. അവൻ്റെ മനോവിചാരങ്ങൾ സുന്ദരമാണ്. അവൻ്റെ ബലം സുന്ദരമാണ്. ഇതിൽ സുന്ദരമല്ലാത്തത് എന്താണ്? പറയാറുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കാളിദാസനാണ്. എന്താ, സുന്ദരേ സുന്ദരി സീത, സുന്ദരേ സുന്ദരി സീത, സുന്ദരേ സുന്ദരി കഥ, സുന്ദരേ സുന്ദരി വാർത്ത, സുന്ദരേ കിംന സുന്ദരം. സുന്ദരകാന്ഡത്തെക്കുറിച്ച് സാക്ഷാൽ മഹാകവി കാളിദാസൻ പറഞ്ഞിട്ടുള്ളതാണ്. സുന്ദരേ സുന്ദരി സീത.
ഇത്രമാത്രം ക്യാരക്ടറിൽ ഇത്രമാത്രം സവിശേഷതകളുള്ള ഒരു സുന്ദരി സീതയെപ്പോലെ മറ്റാരാണ്? സുന്ദരി സീത, സുന്ദരി കഥ, കഥാകഥനം, ദ നറേഷൻ, ദ വേ ഓഫ് നറേറ്റിംഗ്, അത് ഇത്രമാത്രം മനോഹരമായിട്ടുള്ള സുന്ദരകാന്ഡത്തിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണുള്ളത്? സുന്ദരി വാർത്ത എന്ന് പറഞ്ഞാൽ സംഭാഷണം. സുന്ദരകാന്ഡത്തിലെ സംഭാഷണങ്ങൾ അതിമനോഹരമാണ്, അത്രയും സുന്ദരമാണ്. സുന്ദരേ കിംന സുന്ദരം, സുന്ദരകാന്ഡത്തിൽ സുന്ദരമല്ലാത്തത് എന്താണുള്ളത്? ഇത് പറഞ്ഞിട്ടുള്ളത് മഹാകവി രഘുവംശം എഴുതിയ കാളിദാസൻ. ശരി, ഇനി സുന്ദരകാന്ഡത്തിൻ്റെ രണ്ടാമത് ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ്. അതിങ്ങനെയാണ്. ഭാരതത്തിൽ ഭൗതിക വിദ്യയും ആധ്യാത്മിക വിദ്യയും ഒരുപോലെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. ഉപനിഷത്തും പറയും വിദ്യാം ച അവിദ്യാം യസ്തദ്വേദോ ഭയം സഹ, അങ്ങനെ തന്നെയാണ് പറയണത്. ഉപനിഷത്തും പറയും, വേദങ്ങളൊക്കെ പറയും വിദ്യയും വേണം അവിദ്യയും വേണം. അവിദ്യയാ മൃത്യും തീർത്വ വിദ്യാമൃതമസ്നുതേ, അങ്ങനെ തന്നെയാണ് പറയാം. അവിദ്യ കൊണ്ട് മൃത്യുവിനെ മറികടന്ന് വിദ്യ കൊണ്ട് അമൃതം വശിക്കണം എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭൗതിക വിദ്യയാണ് ഇവിടെ അവിദ്യ എന്ന് പറയണത്. ഭൗതിക വിദ്യയാണ് അവിദ്യ എന്ന് പറയണത്. ശരി, ഇവിടെ ലങ്കയും ലങ്കാധിപനായ രാവണനും ഭൗതിക വിദ്യയുടെ കേദാരങ്ങളാണെന്ന് പഠിക്കണം. അതുകൊണ്ട് സ്വർഗത്തേക്കാൾ, ഇൻവെർട്ടർ കോമിൽ സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ സ്വർഗത്തേക്കാൾ കേമപ്പെട്ട ഇടമാണ് രാവണൻ്റെ ലങ്ക എന്ന് വാൽമീകി രാമായണത്തിൽ പലയാവർത്തി പറയുന്നുണ്ട്. അത്രയും സമൃദ്ധിയാണ് ലങ്ക എന്നുള്ളത്. ഭാരതത്തിൽ മറ്റെവിടെയും ഉള്ളതിനേക്കാൾ സമൃദ്ധി കൂടുതൽ രാവണൻ്റെ ലങ്കയിലുണ്ട്. അതായത് ഭൗതിക വിദ്യയുടെ കേദാരമായിരുന്നു രാമായണത്തിലെ ലങ്ക. ആ ലങ്കയിൽ ഭൗതിക വിദ്യയുടെ പരമനായകനായ രാവണൻ ഭക്തിയായ സീതയെ, ശാന്തിയായ സീതയെ തടവിലിട്ടു. ശ്രദ്ധിക്കുക, ഭക്തിയായ സീതയെ, ശാന്തിയായ, അതായത് ആധ്യാത്മിക ജ്ഞാനത്തിനെ തടവിലിട്ടു. നല്ലതുപോലെ ഭാവന ചെയ്യണേ. അപ്പോൾ എന്തായി? ആ ഭൗതിക വിദ്യയാകുന്ന ഭൗതിക വിദ്യയുടെ ശ്വാസം മുട്ടിൽ നിന്ന് ആധ്യാത്മിക ജ്ഞാനമായ സീതയെ വീണ്ടെടുക്കുവാൻ ഒരു സാധകൻ നടത്തുന്ന സാഹസപൂർണമായ യാത്രയാണ് സുന്ദരകാന്ഡം എന്ന് നമ്മോട് പറഞ്ഞു തരുന്നത് സാക്ഷാൽ തുളസീദാസാണ്. തുളസീദാസ് എൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല, സാക്ഷാൽ തുളസീദാസാണ്. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. അതായത് ആദ്യമായി ഭൗതിക വിദ്യയുടെ തടവറയിലാണ് ഇപ്പോൾ ഇന്ന് ആധ്യാത്മിക ജ്ഞാനം ബന്ധനസ്ഥമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ സാധകൻ എടുത്തുചാടാൻ തീരുമാനിക്കുകയാണ്. ആധ്യാത്മവിദ്യ ഞാൻ നേടുക തന്നെ ചെയ്യും, ശാന്തിയെ ഞാൻ നേടുക തന്നെ ചെയ്യും, ജ്ഞാനത്തെ ഞാൻ നേടുക തന്നെ ചെയ്യും. തയ്യാറാവുകയാണ്. തയ്യാറായി കുതിച്ചു ചാടുന്നു. ആ കുതിച്ചു ചാട്ടത്തിൽ ആദ്യത്തെ തടസ്സം വരുന്നു, മൈനാകം. സാധനയുടെ ആരംഭകാലത്ത് ഏതൊരു സാധകനും അനുഭവിക്കുന്ന ഒന്നാണ്. രാത്രി കിടന്നപ്പോൾ 12 മണി, നാളെ 5 മണിക്കൊന്നും എണീക്കാൻ വയ്യ, ഒരു 7 മണിക്കൊക്കെ എണീക്കാം, ഒരു ദിവസമല്ലേ, നാളെ പോലും സാധാരണ തുടങ്ങാം, ഗായത്രി ജപിക്കാം നമുക്ക്. അപ്പോൾ എന്തായി? നാളത്തെ എണീക്കൽ എപ്പോഴായി? സാധാരണ 5 മണിക്ക് എണീക്കാറുണ്ട്. അപ്പോൾ നാളെ ഇപ്പോൾ എന്താ ചെയ്തത്? 7 മണിയായി. അപ്പോൾ 7 മണിയിൽ കടന്നപ്പോൾ മനസ്സിലായത്, രാവിലെ 5 മണി മുതൽ 7 മണി വരെ കിടക്കാൻ എന്തൊരു സുഖാന്നറിയോ? പറയേണ്ട വയ്യ. ഇതാ ഈ പറയുന്ന സുഖം ഉണ്ടല്ലോ, രാവിലെ 5 മണി മുതൽ 7 മണിയിലേക്ക് കിടത്തം, അതിൻ്റെ പേരായി മൈനാകം. മനസ്സിലായില്ലേ? മൈനാകം എന്താ പറഞ്ഞത്? വിശ്രമിച്ചിട്ട് പോവാം, വിശ്രമിച്ചിട്ട് പൊക്കോളൂ എന്നാ പറഞ്ഞതേ. മനസ്സിലായില്ല? വിശ്രമിച്ചിട്ട് പൊക്കോളൂ. അപ്പോൾ എന്താ നമ്മളാണ് ഹനുമാനെങ്കിലോ, ഓഹോ സന്തോഷം എന്നവൻ അവിടെ ഇരുന്ന് എല്ലാം പിടിച്ച് വെള്ളമൊക്കെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സന്ധ്യാവന്ദനം അല്ലെങ്കിൽ നമ്മളൊക്കെ പതിവുള്ളതാണ്. ഇപ്പോൾ സന്ധ്യയ്ക്ക് ഉദാഹരണമായിട്ട് പ്രദീപേട്ടൻ സന്ധ്യയ്ക്ക് 6 മണിക്ക് വീട്ടിൽ വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വിളിച്ചിരുത്തി വർത്താനം പറഞ്ഞു, കാപ്പിയായി ചായയായി, ഇങ്ങനെ ഒരു 7, 7:30, 8 മണിയായി.
അപ്പോൾ പ്രതിപക്ഷം ചോദിച്ചു, അല്ലേ സന്ധ്യാവനം ചെയ്യണ്ടേ? ചെയ്യാം, പോവാം, ചെയ്യാം. അപ്പോൾ എന്തായി? അന്നത്തെ സന്ധ്യാവനം സ്വാഹ. പിന്നെ പോയി കാലം പോകും കഴുകി ഓം 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 ഗായത്രി തത്സവിതൃവരേണി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് സന്ധ്യാവനം കഴിഞ്ഞുവേ. ചിരിക്കുന്നവരുടെ മനസ്സിലായില്ലേ എന്താ കാര്യം? ശരിക്കും എന്താ മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൈനാകം എന്ന സ്വഭാവം, മൈനാകത്തിൻ്റെ പുറത്ത് കയറി വിശ്രമിക്കുക എന്ന സ്വഭാവം സാധകന്മാർക്ക് ചേർന്നതല്ല, അത് ലക്ഷ്യത്തിലേക്ക് എത്തില്ല എന്ന ഒന്നാമത്തെ പാഠം മൈനാകത്തിൻ്റെ ആതിഥ്യത്തെ സ്നേഹത്തോടുകൂടി വേണ്ട എന്ന് പറഞ്ഞതിലൂടെ ഹനുമാൻ നമ്മെ ബോധ്യമാക്കുന്നു. സാധകൻ്റെ യാത്രയാണെന്ന് മറക്കണ്ട കേട്ടോ. ശരി, അവിടെ നിന്ന് കുതിച്ചു പായുന്നു, വീണ്ടും കുതിച്ചു പായാണ്. അങ്ങനെ കുതിച്ചു പായുമ്പോൾ ദേവന്മാർ പരീക്ഷിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്താ പരീക്ഷിക്കാൻ പറഞ്ഞിരിക്കണം അറിയോ? അതായത് നന്നായിട്ട് സാധന ചെയ്യുന്നവർ, അതായത് ആധ്യാത്മിക സാധനയാവട്ടെ ഭൗതിക സാധനയാവട്ടെ, ചെയ്യുന്നവരുടെ ഉള്ളിൽ അതിശക്തമായി ഉണ്ടാകുന്ന ഏറ്റവും വിപരീതമായ വികാരമാണ് ലോകേഷണ എന്നാണ് പറയുക. ഏഷണത്രയങ്ങളുണ്ട്. സന്യാസിമാർക്ക് ഏഷണത്രയങ്ങളൊന്നും പാടില്ല എന്നൊക്കെ പറയും. ലോകേഷണ, വിത്തേഷണ, പുത്രേഷണ. അതായത് ഏഷണ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പം. അതായത് പുത്രേഷണ, മക്കളോടുള്ള കമ്പം. ലോകേഷണ, പ്രശസ്തിയോടുള്ള കമ്പം. വിത്തേഷണ, പണത്തോടുള്ള കമ്പം. ഇത് പിന്നെ ലോകേഷണയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ അയൽവാസിയായ രാമൻകുട്ടി നായർ 2 കല്ല് കൊടുത്തു. അതായത് ഇങ്ങനെ തിരുമുറ്റം വിരിക്കാൻ വേണ്ടി 2 കല്ല് കൊടുത്തു. മാത്രമല്ല അയാൾ പറയും ചെയ്തു, കരയോഗത്തിൽ പറഞ്ഞു, അതെ ഞാനേ 2 കല്ല് കൊടുത്തു, കട്ടക്കട്ടെ, നമ്മുടെ അമ്പലത്തിൽ നമ്മളല്ലാണ്ട് ആരാ കൊടുക്കേ? ഗോവിന്ദൻകുട്ടിയാർക്ക് ഉറക്കം വരണ്ടേ, എന്ത് ചെയ്യാനാന്നേ? അയാൾ ഭാര്യയുടെ കയ്യിലുള്ള വളയൊക്കെ വെച്ചിട്ട് 4 കല്ല് കൊടുത്തു. ഞാൻ കൊടുത്തു 4. ഇങ്ങനെ, അതായത് നല്ലതുപോലെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ അപകടമാണ് ലോകേഷണ എന്നുള്ളത്. അതിങ്ങനെ വായ പൊളിച്ച് വലുതായി കൊണ്ടേയിരിക്കുന്നത്. വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിന് വിപരീതമായ ചില ആളുകളൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് TB സാനിറ്റോറിയം വന്നിട്ടുള്ളത് കറാച്ചിയിലാണ്. ഈ കറാച്ചിയിലെ TB സാനിറ്റോറിയം വന്ന സമയത്ത് അത് ഫ്രീ ആയിട്ട് എല്ലാവരും TB വന്ന ആൾക്കാരൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അന്നത്തെ അതിൻ്റെ ആളുകൾ ടാറ്റയെ പോയി കണ്ടു. ബോംബെയും കറാച്ചി അടുത്തടുത്തായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ബന്ധങ്ങളുണ്ട്, സിന്ധു പ്രവിശ്യയല്ലേ. അപ്പോൾ പറഞ്ഞു 1000 ഉറുപ്പ്യ, അന്നത്തെ കാലമാണേ, ഏത് ഏർലി 20s. അപ്പോൾ 1000 ഉറുപ്പ്യ തന്നാൽ അങ്ങയുടെ പേര് വലിയൊരു ഫലകത്തിൽ വെക്കും. അങ്ങനെ ഇപ്പോൾ 2000 ഉറുപ്പ്യ എന്നാൽ 2 ഫലകം വെക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ടാറ്റ എന്ത് ചെയ്തു? അയാളുടെ മുനീമിനെ വിളിച്ച് പറഞ്ഞു, എടോ വന്നവർക്ക് 999 ഉറുപ്പ്യ കൊടുക്കാൻ പറഞ്ഞു. കാര്യം മനസ്സിലായല്ലോ. പേര് വെക്കേണ്ട, പൈസ കൊടുത്തു. അത് ടാറ്റ. ശരി, നമ്മളാണെങ്കിലോ 10 സെൻറ്റ് സ്ഥലം വെച്ചിട്ടാണെങ്കിലും ശരി 2 ഫലക വയ്ക്കും. അപ്പോൾ ഇതാണ് ലോകേഷണ എന്ന് പറയുന്നത്. അതിങ്ങനെ കൂടി വരും. അപ്പോൾ ഹനുമാന് സാധകന് ലോകേഷണയുണ്ടോ എന്ന് ദേവതകൾക്ക് അറിയണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയധികം മുത്തും രത്നങ്ങളും പവിഴൊക്കെ ഉള്ള നാടാണ് ഈ ലങ്ക എന്ന് പറയുന്നത്. അവിടേക്കായി പോണതേ ഭൗതിക വിദ്യയുടെ കേദാരത്തിലേക്കാണ് പോണത്. അവിടെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. കണ്ണ് മഞ്ഞളിക്കോ ഇല്ലെന്ന് അറിയണം. അപ്പോൾ ഈ പറയുന്ന ലോകേഷണ വായ പൊളിച്ചു. അപ്പോൾ ഹനുമാൻ പഴയ നമ്മളെ സ്വഭാവം തന്നെ, ഏത് ഗോവിന്ദൻകുട്ടിയുടെ സ്വഭാവം. അപ്പം വീണ്ടും പൊളിച്ചു. അപ്പം അങ്ങനെ 100 എന്നായി. അപ്പോഴാണ് സാധകൻ തിരിച്ചറിയുന്നത്, ഇത് ലോകേഷണയാണ്. എൻ്റെ ലക്ഷ്യം 4 ആളെ കൊണ്ട് നല്ലത് പറയിക്കുകയോ വെറുതെ ഭൗതികമായ ലോകത്ത് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കലല്ല എൻ്റെ ലക്ഷ്യം ആധ്യാത്മിക ജ്ഞാനമാണ്. അതുകൊണ്ട് ഞാൻ അങ്കുഷ്ടമാത്രമായി ചെറുതായി. ഇവിടെ ഈ അങ്കുഷ്ടം എന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ കഠോപനിഷത്തിൽ പറയും, ബ്രഹ്മരന്ധ്രത്തിലെ ദഹരാകാശത്തിൽ ആത്മാവ് അങ്കുഷ്ടമാത്രമായ ജീവനാണ് ആത്മാവ് എന്ന്. അങ്കുഷ്ടമാത്രം, അതായത് ആത്മബോധമെന്ന അങ്കുഷ്ടത്തിലേക്ക് സാധകൻ തന്നെ ചെറുതാക്കിയപ്പോൾ ലോകേഷണ എന്ന് പറയുന്ന ആ സിംഹികയുടെ അല്ലെങ്കിൽ ആ മൂർത്തിയുടെ വായുടെ ഉള്ളിൽ കയറി പുറത്തേക്ക് ചാടുവാൻ ഹനുമാന് സാധിക്കുന്നു. അതിനെയും മറികടക്കുന്നു. 2
വീണ്ടും ഹനുമാൻ അല്ലെങ്കിൽ സാധകൻ യാത്രയാണ്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു തീരെ പ്രതീക്ഷിക്കാതെ തൻ്റെ വേഗത കുറയുന്നത് പോലെ തോന്നുന്നു. തൻ്റെ യാത്ര ഗതിവേഗം കുറയുന്നു. നോക്കിയപ്പോൾ നിഴലിനെ പിടിച്ചു തിന്നുന്ന ഒരു ജീവി, ഒരു സത്വം. ഹനുമാൻ അഥവാ സാധകൻ ഉയർന്നു പറക്കുകയാണ് കേട്ടോ, അത് മറക്കരുത്. സാധകൻ ഉയർന്നു പറക്കുകയാണ്. അപ്പോൾ ഉയർന്നു പറക്കുന്നവൻ്റെ നിഴൽ എന്താണ്? ഈ നിഴലെന്നല്ലേ? സാധകൻ്റെ ഭൂതകാലമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു നിഴലുണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാവാം, ഉണ്ടെന്ന് വിചാരിക്കൂ ഏതൊരു മനുഷ്യൻ്റെ. അപ്പോൾ ഉയർന്നു പറക്കുന്ന, ഉയരത്തിലൂടെ യാത്രയാവുന്ന ഒരു മനുഷ്യൻ്റെ ഭൂതകാലത്തെ കണ്ടെത്തി, അവൻ്റെ പഴയ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്തി അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അവനെ കൊല്ലാൻ പറ്റുമോ ഇല്ലയോ? IAS-കാരനാണ്. അതെ, പണ്ട് ബസ്സിൽ കയറി സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന തല്ല് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ അയക്ക്? ചീഫ് സെക്രട്ടറി അത്രേ. ഉറക്കം വരുമോ? കെട്ടി തൂങ്ങി ചാവലാണ്. അപ്പം എന്താ ചെയ്യുക? ഇതാണ് ഈ പറയുന്ന സിംഹിക എന്ന് പറയുന്നത്. സിംഹിക ഒരു മനുഷ്യൻ്റെ പൂർവകാല ചരിത്രത്തിലെ കറുത്ത പാടുകളെ കണ്ടെത്തി അതിനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാം. ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യണം? അതിൻ്റെ വക്ത്രത്തിൽ കയറി നഖം കൊണ്ട് അതിനെ ചിന്ന ഭിന്നമാക്കി. ഇതിനെ എങ്ങനെയാണ് ചിന്ന ഭിന്നമാക്കാന്നറിയോ? അതിപ്പോഴല്ല, അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പോൾ ആ പറയുന്ന അതിനെന്താണ്? ചവിട്ടി അരയ്ക്കല്ലാണ്ട് വേറെ വഴിയില്ല. നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഉയർന്നിങ്ങനെ പറക്കുകയാണ്. ഭാരതത്തിലെ വൈഭവത്തിലേക്ക് ഉയർന്ന് പറക്കുകയാണെന്ന് വിചാരിക്കുക. അതെ, ഡിഗ്രി പാസ്സായിട്ടില്ല അത്രേ. ഇതാണ് സിംഹിക. മനസ്സിലായില്ലേ? വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിഴലെ പിടിച്ച് വലിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെയും മറികടന്ന് അഥവാ സാധകൻ യാത്രയാണ്. സാധകൻ അവസാനം അക്കരെ എത്തുന്നു. അക്കരെ എത്തിയപ്പോൾ ഭൗതിക വിദ്യയുടെ കേദാരത്തിൽ അതിൻ്റെ എല്ലാം നായികയായി ലങ്ക വീര്യവതിയാണ്. ഞാൻ ഈ ലങ്കയുടെ ഐശ്വര്യമാണ്, എന്നെ താണ്ടി നടക്കെന്താ അവിടെ കാര്യം? പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാളും അല്ല, എൻ്റെ ജ്ഞാനമകത്തുണ്ട്, നിങ്ങളതിന് തടവിലിട്ടിരിക്കുകയാണ്, അതിനെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ ഈ ലങ്ക ഐശ്വര്യമാണ്. ഈ ഐശ്വര്യത്തെ ആര് കാണുന്നുണ്ട്? സാധകൻ കാണുന്നുണ്ട്. സാധകനും ഇളകാം. അപ്പോൾ ഇളകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഷ്ടി ചുരുട്ടി. മുഷ്ടി 5 ആണല്ലേ, 5 വിരലുകളാണല്ലേ. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് ഒരൊറ്റ അടിയ കൊടുത്തു. ഈ മുഷ്ടി ചുരുട്ടി. അതുവരെ മുഷ്ടി ചുരുട്ടിയിട്ടില്ല. മുഷ്ടി ചുരുട്ടി. അത് ഐശ്വര്യമാണ്, അത് ശത്രുവല്ല. ഏത്? ലങ്കാലക്ഷ്മി, ഭൗതിക വിദ്യ ഒരിക്കലും സാധകൻ്റെ ശത്രുവല്ല. ഭാരതം ഒരിക്കലും ഭൗതിക വിദ്യയെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് അതിനെയോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. മുഷ്ടി ചുരുട്ടി ഒരൊറ്റ അടിയായി കൊടുത്തു. അടി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവൾ രക്തം ഛർദ്ദിച്ചു. അങ്ങനെയല്ലേ പറയുന്നത്? രക്തം ഛർദ്ദിച്ചു. രക്തം പോയപ്പോൾ എന്ത് സംഭവിച്ചു? വിരക്തയായി. മനസ്സിലായോ? രക്തം പോയപ്പോൾ വിരക്തയായി. പിന്നെന്ത് ഭൗതിക വിദ്യ? വൈരാഗ്യം കയ്യിലേന്തിയ ഹനുമാൻ ലങ്കയിൽ പ്രവേശിച്ചു. വൈരാഗ്യം വന്ന ഹനുമാന് അവിടെ കള്ളുണ്ടെങ്കിൽ എന്താ, കാട്ടുകുതിരുണ്ടെങ്കിൽ എന്താ, സ്ത്രീകളുണ്ടെങ്കിൽ എന്താ, അത് സ്പർശിക്കുമോ? ഇല്ല. അവസാനം വൈരാഗ്യശാലിയായ ആ സാധകൻ തൻ്റെ ലക്ഷ്യമായ ശാന്തിയെ കണ്ടെത്തുന്നു. ഇത് സുന്ദരകാന്ഡത്തിൻ്റെ ആധ്യാത്മികമായ രഹസ്യം. ഇത് സുന്ദരകാന്ഡത്തിൻ്റെ 2ാമത് പ്രാധാന്യം. 3ാമത് പറയാൻ നേരം കിട്ടുമോ എന്നെനിക്കറിയില്ല. വേഗം പറയാം. ഇത് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി പറയാനുള്ളത്. ഞാനതിനോ ഒരു 10-15 മിനിറ്റ് കൂടി തരണം കേട്ടോ.
ഇവിടെ ഇനി പറയാനുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ പറയുന്നതിന് മുമ്പ് പ്രത്യക്ഷത്തിൽ രാമായണവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോകണം കേട്ടോ. അതുകൊണ്ട് ക്ഷമിക്കുക, അല്പനേരം ക്ഷമിച്ചിരിക്കുക. പ്രത്യക്ഷത്തിൽ രാമായണവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ശരി. ലളിതാ സഹസ്രനാമത്തിലെ ഒരു ശ്ലോകമുണ്ട്. തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസതന്തു തനീയസി. കേട്ടുണ്ടാവും, സഹസ്രനാമം ജപിക്കുന്നവരല്ലേ. അതിൽ മഹാശക്തി എന്നുള്ളതിന് മഹത്തിൽ ശക്തിയുള്ളവൾ. മഹത്ത് എന്ന് പറഞ്ഞാൽ ഉത്സവം, മേളനം. അതായത് സഹസ്രാരത്തിൽ ശിവനുമായി മേളിക്കുവാനുള്ള ആസക്തിയുള്ളവൾ ഭഗവതി. ഇതാണ് മഹാശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം. കുണ്ടലിനി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ അതെന്താണ്? നട്ടലിന് ചൂട്ടിലുള്ള 3.5 ചുറ്റുള്ള ഒരു ശക്തി വിശേഷം, അത്രയെങ്കിലും കേട്ടുണ്ടാവുമല്ലോ. ബിസതന്തു തനീയസി. ബിസതന്തു എന്ന് പറഞ്ഞാൽ താമര നൂല്, താമരയുടെ നൂലില്ലേ. ബിസതന്തു തനീയസി, താമരയുടെ നൂല് പോലെ നേർത്തവൾ. അതിനൊക്കെ അർത്ഥം വേറെ ഉണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. അതാണ് ഭഗവതി. ഈ പറയുന്ന ബിസതന്തു തനീയസി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെ ലളിതാ സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഭാസ്കരരായ മഹി വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: പവിത്രീകരിക്കുന്നതും ജ്യോതിസാർന്നതും അമൃത തത്വത്തെ വർഷിക്കുന്നതുമായ ചരണലോകം എന്നിൽ അമൃതം ചുരത്തട്ടെ. അതായത് ഈ ബിസതന്തു തനീയസി എന്നുള്ളതിൽ ചരണശബ്ദവുമായി അതിനെ ചരണശബ്ദവുമായി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ധരിക്കുക, ചരണശബ്ദം. ചരണം എന്ന് പറഞ്ഞാൽ മേൽപോട്ടും കീഴ്പോട്ടും യാത്ര ചെയ്യുന്നതിന്, ഇളകുന്നത്, ചരിക്കുന്നതർത്ഥം. ചരിക്കുന്നത് ചരണം. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ചരണമെന്ന് പാദങ്ങൾക്കും പേരില്ലേ. പിന്നിലേക്കും പോവാം, മുന്നിലേക്കും വരാം. ഇവിടെ മുകളിലേക്കും പോവാം, കീഴ്പോട്ടും വരാം. അതായത് ബിസതന്തു തനീയസി എന്ന വിഷയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഭാസ്കരായർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ബിസതന്തു തനീയസി എന്നുള്ളത് കുണ്ടലിനി ശക്തി ചരണവിദ്യയാണ് എന്നും ആ ചരണം മുകളിലേക്കും കീഴ്പോട്ടും എപ്രകാരമാണോ ചലിക്കുന്നത് ആ ചലനത്തെക്കുറിച്ചാണ് ബിസതന്തു തനീയസി എന്ന ലളിതാ സഹസ്രനാമത്തിലെ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ലളിതാ സഹസ്രനാമ വ്യാഖ്യാനം. ശരി, ഇനി ഞാനൊരു ശ്ലോകം ഒന്ന് ചൊല്ലാം. ശ്ലോകം ചൊല്ലാൻ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, പതുക്കെ ചൊല്ലാം. തതോ രാവണനീതായാഹ സീതായാഹ ശത്രുകർശന ഇയേഷ പദം അന്വേഷ്ടും ചാരണാചരിതേ പഥി. ഇതാണ് ഒരു ശ്ലോകം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പിന്നെ ശത്രുകർശന ചാരണചരിതേ, ശത്രു സംഹാരകനായ ഹനുമാൻ ചാരണരെന്ന ദേവന്മാർ ചരിക്കുന്ന മാർഗത്തിലൂടെ, ചാരണനെന്ന ദേവന്മാർ ചരിക്കുന്ന മാർഗത്തിലൂടെ രാവണനീതായ, രാവണനാൽ കൊണ്ടുപോകപ്പെട്ട സീതായ, സീതയുടെ പദം, സ്ഥാനത്തെ അന്വേഷ്ടും ഇയേഷ, അന്വേഷിക്കാൻ ഇച്ഛിച്ചു. അപ്പോൾ ഇവിടെ പറയുന്ന ഹനുമാൻ ചാരണന്മാർ ചരിച്ചിരുന്ന മാർഗത്തിലൂടെയാണ് സീതയെ തേടിപ്പോയത് എന്ന് ഇപ്പം ഞാൻ ചൊല്ലിയ ശ്ലോകം ഉണ്ടല്ലോ, സുന്ദരകാന്ഡത്തിലെ 1-ാമത്തെ ശ്ലോകമാണ് കേട്ടോ. സുന്ദരകാന്ഡത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് ഹനുമാൻ സീതയെ തേടി എങ്ങോട്ടാ പോയതെന്നാ? ചാരണന്മാർ ചരിച്ചിരുന്ന മാർഗത്തിലൂടെയാണ് യാത്രയായത്. ഏതായി? ചാരണന്മാർ ചരിച്ച മാർഗം. മനസ്സിലായല്ലോ? അതായത് കുണ്ടലിനി പഥം എന്ന പഥം, അതിലൂടെ, അതായത് സഹസ്രാരത്തിലേക്കുള്ള സാധകന്റെ യാത്രയാണ്. സഹസ്രാരത്തിലേക്കുള്ള സാധകന്റെ കുതിച്ചുചാട്ടമാണ്
സുന്ദരകാന്ഡത്തിലെ 1-ാമത്തെ ശ്ലോകം നമ്മളോട് പറയുന്നത്. അതറിയണമെങ്കിൽ ലളിതാ സഹസ്രനാമം കമ്പോട് എന്താണ് ഭാഷ്യം ചേർത്ത് വെച്ച് പഠിച്ചു വേണം സുന്ദരകാന്ഡം തൊടാൻ. കഴിഞ്ഞില്ല, പറഞ്ഞുതരാം. ഇതിൽ സീതയെ വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീതയെ വിദ്യ എന്ന ശബ്ദം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യ അതായത് പ്രഥമാതിഥിയിലെ, ശുക്ലപക്ഷത്തിലെ പ്രഥമാതിഥിയിലെ ചന്ദ്രനെ പോലെ ആ വിദ്യയെ ഞാൻ കണ്ടു. ദ വെരി നെയിം വിദ്യ ഡിനോട്ട്സ് ടു പരാശക്തി. പരാശക്തിക്ക് തന്ത്രശാസ്ത്രം പറയുന്ന പേരാണ് വിദ്യ. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും ദശമഹാവിദ്യ, കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ശ്രീവിദ്യ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇതെല്ലാം എന്താ? പിന്നെ മാത്രമല്ല സാക്ഷാൽ വേദവ്യാസൻ, ഭഗവാൻ വേദവ്യാസൻ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം എങ്ങനെയാണ്? ശ്രീ ചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി. ആദ്യയായ ആ വിദ്യയെ അഹം ധ്യായാമി, ഞാൻ ധ്യാനിക്കുന്നു. ബുദ്ധിം യ നഹ പ്രചോദയാത്, അത് എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ വേദവ്യാസൻ ദേവി ഭാഗവതം എഴുതിയിട്ടുള്ളത്. അതിൽ പരാശക്തി എന്താ പറഞ്ഞിരിക്കുന്നത്? വിദ്യ. ഹനുമാൻ സീതയെ വിശേഷിപ്പിക്കുന്ന എന്താ? വിദ്യ. ആ വിദ്യ ആരാന്ന് മനസ്സിലായില്ലേ? ഈ പരാശക്തി എന്നർത്ഥം. ആ പരാശക്തിയെ തേടിയുള്ള ഉപാസകൻ്റെ യാത്രയാണ്. നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇത് ബോധ്യാവില്ല എന്ന് എനിക്കറിയാം. അടുത്ത ഒരു പ്രമാണം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. ഒറ്റ പ്രമാണം കൊണ്ട് തെളിയിച്ചു തരാം. നിങ്ങൾ പല രാമായണ കഥകളിലും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹനുമാൻ എങ്ങനെയാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കുതിച്ചാടിയത്. അപ്പോൾ വാലൊക്കെ ഉയർത്തി, കൈകളൊക്കെ ഉയർത്തി, അട്ടഹസിച്ച് കുതിച്ചു ചാടുന്ന ഒരു ഹനുമാൻ്റെ ചിത്രമായിരിക്കുമല്ലോ നിങ്ങളുടെ എല്ലാവരും മനസ്സിലുള്ളത്. ഉറപ്പാണേ? കടലിൽ ചാടണ്ടേ? വേണമല്ലോ. ശരി, എന്നാൽ വാൽമീകിക്ക് ഒരു അഭിപ്രായം ഇല്ല. വാൽമീകിക്ക് ഇതല്ല അഭിപ്രായം. വാൽമീകി എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് എത്തുവാൻ വേണ്ടി ചാടിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ, ഞാൻ വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അരക്കെട്ട് കുറുക്കി, അരക്കെട്ട് ചെറുതാക്കി. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും അരക്കെട്ട് ഒതുക്കണം. അരക്കെട്ട് ഒതുക്കി പോകുന്നത് ഏത് കാര്യത്തിനാണെന്നറിയോ? സാധനയ്ക്കാണ്. കാരണം അര എന്നെ ശല്യപ്പെടുത്തരുത്, അബ്രഹ്മചര്യം എന്നെ ശല്യപ്പെടുത്തരുത്. അതുകൊണ്ട് അരയും തലയും മുറുക്കിയിട്ടാണ് പോവാറ്. ആണോ അല്ലയോ? എന്തിനു? തല ശിഖ മുറുകെ കെട്ടി, അരയും കെട്ടി, അരയും തലയും മുറുക്കി പോവുക. അപ്പോൾ അരക്കെട്ട് ഒതുക്കി. ശരി. കാലുകൾ മടക്കി ചാടാൻ നിൽക്കുക. മനസ്സിലായില്ലേ? കാലുകൾ മടക്കി. കഴുത്തും കൈകളും കുറുതാക്കി. ഏത്? ഇങ്ങനെയാണോ അത് ഇങ്ങനെയാണോ? ശരി. കൺകൾ, ലെങ്ക അവിടെയാണെങ്കിൽ ഇങ്ങനെ നോക്കണ്ടേ? കൺകൾ മേലോട്ടാക്കി. ശാംഭവി മുദ്ര എന്നൊക്കെ നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണുകൾ മേലോട്ടാക്കി ചാടാൻ നിൽക്കുകയാണേ. പ്രാണവായുവിനെ ഹൃദയത്തിലടക്കി. ഇനി ഇതിൽ കൂടെ വ്യാഖ്യാനം വേണോ? ഈ ചാട്ടം എന്ത് ചാട്ടായിരുന്നു ഉള്ളത്? പ്രാണവായുവിനെ ഹൃദയത്തിലടക്കി ലങ്കയിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്നു. ചാരണന്മാർ പോയ വഴിയിൽ യാത്ര ചെയ്ത് ലങ്കയിലേക്ക് എത്തുവാൻ വേണ്ടി ഹനുമാൻ എന്ന സാധകൻ്റെ യാത്രയാരംഭിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇത് വളരെ ഇതൊരു കൈവിട്ട് കളിയാണ്. അതായത് ഒരു സപ്താഹം തന്നെ വേണ്ടി ഇത് പറയണമെങ്കിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണെന്നറിയോ? മൂലാധാരത്തിൽ ഗണപതി സാധന ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് ഗണപതി സാധന ചെയ്യുക.
രണ്ട് തരത്തിലെ ഗണപതി. ഒന്ന് ബീജഗണപതിയുണ്ട്, മൂലാധാരത്തിൽ ബീജഗണപതിയാണ്, സഹസ്രാരത്തിൽ മഹാഗണപതിയാണ്. ഇങ്ങനെ രണ്ട് ഗണപതിമാരുണ്ട്. ഗണപതി കുറേ ഉണ്ട്. ഈ തന്ത്രത്തിൽ പ്രത്യേകിച്ച് ശ്രീവിദ്യാതന്ത്രത്തിലൊക്കെ രണ്ട് ഗണപതിമാരെ മുഖ്യമായും പറയാം. അതിൽ മൂലാധാരത്തിൽ ബീജഗണപതിയും സഹസ്രാരത്തിൽ മഹാഗണപതിയും. ഈ മൂലാധാരത്തിലുള്ള ബീജഗണപതിയുടെ സാധനയുടെ സമ്പ്രദായത്തെക്കുറിച്ച് ആ സമ്പ്രദായം മാത്രമാണ് ഹനുമാൻ്റെ എടുത്തുചാട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അത് ഇപ്പോൾ വിസ്തരിച്ച് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്നാണെങ്കിലും ഒരു കാര്യം ധരിച്ചുകൊള്ളാം, മൂലാധാര ചക്രത്തിൽ ഒരു സാധകൻ തൻ്റെ സാധന ആരംഭിക്കുന്നു. അതായത് സുപ്താവസ്ഥയിൽ നിൽക്കുന്ന ബോധത്തെ പതിയെ ഉണർത്തുന്നു എന്നർത്ഥം. ബ്രഹ്മണസ്പതിയെ ഉപാസിക്കാൻ തുടങ്ങുന്നു. ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ. ആദ്യത്തെ ഉപാസനയാണ്, ഗണപതിയെ ഉപാസിക്കുകയാണ്. ഇളകാൻ തുടങ്ങും. അവിടെയാണ് ചക്രം ശരിക്ക് കറങ്ങാൻ തുടങ്ങും, ഇളകാൻ തുടങ്ങും. ഇളകിയപ്പോൾ അവൻ എടുത്ത് ചാടുകയാണ്. ആ ചാട്ടത്തിൽ രണ്ടാമത്തെ ഇടത്തെത്തുന്നു. സ്വ അധിഷ്ഠാനം എന്നാണ് പറയുക. സ്വാധിഷ്ഠാന ചക്രം എന്നാണ് പറയുക. അത് എന്താ ലിംഗമൂലത്തിലാണുള്ളത്. സ്വാധിഷ്ഠാനം. ശ്രീവിദ്യ സമ്പ്രദായത്തിൽ അവിടെ ബാലാ പരമേശ്വരിയാണ് ഉപാസിക്കുക. ബാല എന്ന് പറയും. ബാല എന്ന് പറഞ്ഞാൽ ബലം, ബലമാണ് ബാല. അതായത് സാധന ഉറയ്ക്കുന്ന ഇടമാണ് എന്നർത്ഥം. ഒരു സാധകൻ അഹംബോധത്തിലേക്ക് ഉയരാണ്. ഞാൻ എൻ്റേത്, ഞാൻ എൻ്റേത്. അപ്പം ആ ബോധത്തിലേക്ക് ഉയരുമ്പോൾ അതിനൊരുപാട് സൗകര്യങ്ങൾ സ്വാഭാവികമായി വന്നു ചേരും. മൈനാകം വന്നു. ഞാൻ എൻ്റേത് എന്ന ബോധം ഈ സാധകനായ ഹനുമാനുണ്ടോ? ഇല്ല, അല്ല. ഞാനെന്നും എൻ്റേതെന്ന് ബോധമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കയറിയിരുന്ന് വിശ്രമിച്ച് അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് ആനന്ദത്തോടുകൂടി സമയമുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകും. സാധകനാണ്, പറ്റില്ല. ലക്ഷ്യമുണ്ട്. പരാശക്തിയാണ്, പരാശക്തിയായ ഗായത്രിയാണ് ലക്ഷ്യം. ഗായത്രി ലക്ഷ്യമുണ്ടപ്പോൾ പിന്നെ എങ്ങനെയാണ് എവിടെയെങ്കിലും കയറിയിരിക്കുക? ഒന്നുമില്ല. അവിടെ നിന്ന് വീണ്ടും ചാടി, അവിടുന്ന് വീണ്ടും യാത്രയായി. വീണ്ടും യാത്രയായപ്പോൾ മൂന്നാമത് സ്ഥാനമായ മണിപൂരത്തിലെത്തുന്നു. മണിപൂരത്തിൽ മാതങ്കി എന്ന് പറയുന്ന ദേവതയാണ് ഉപാസിക്കാറ്. മതമുണ്ടാക്കുന്നവൾക്കും മതത്തെ അടക്കുന്നവളാണ് മാതങ്കി. മതം എന്ന് പറഞ്ഞാൽ വികാര വിക്ഷോഭങ്ങളാണ്. വികാരത്തിന്, അതായത് മനോജ് ഒരു കാര്യമില്ലാണ്, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് മുണ്ട് മടക്കി കുത്തി ദേഷ്യപ്പെടാൻ വന്നു. അപ്പം എന്തായി? അതിനേക്കാൾ മുണ്ട് മടക്കി കയറ്റി കുത്തി ഞാൻ അയാളോട് അട്ടഹസിച്ചു. അയാൾ വീണ്ടും അട്ടഹസിച്ചു, ഞാൻ തിരിച്ച് അട്ടഹസിച്ചു. വികാരം, ഇപ്പോൾ ഒരാളുടെ വികാരത്തെ നമുക്ക് മറ്റൊരു വികാരം കൊണ്ട് കീഴടക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് സാധിക്കില്ല. മതം, അപ്പോൾ ആ അമിതമായ മതത്തെ ഇല്ലാതാക്കുവാൻ മാതങ്കിയുടെ അനുഗ്രഹം തന്നെ വേണം. ഈ പറയുന്ന മാതങ്കി സാധന ചെയ്യുന്ന സമയത്ത്, അതായത് മണിപൂരത്തിൽ സാധന ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ കലാകോവിതം, ഒരുപാട് കലാശക്തി ഉണ്ടാവും. അതും മാത്രമല്ല അമിതമായ കാമവാസന ഉണ്ടാവും. മണിപൂരത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അമിതമായ. അപ്പോൾ എന്താ, കാമരൂപിണി എന്ന വാക്കാണ് ആരെ പറഞ്ഞിരിക്കുന്നത് അറിയോ? നമ്മുടെ എന്താ സുരസയെ പറഞ്ഞിരിക്കുന്നത് കാമരൂപിണിയാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും വലുതാവാം. അപ്പോൾ കാമം എൻ്റെ മുമ്പിൽ ശക്തിയായി നിൽക്കുകയാണ്. ഇവിടെ ചില ആളുകൾ, ചില ശിഷ്യന്മാരാട്ടോ വന്നിട്ട് രഹസ്യമായി പറയും, പ്രത്യേകിച്ച് ബ്രഹ്മചാരിമാർ, കാമവികാരം ശക്തമായി വരുന്നുണ്ട്. ഞാൻ പറയും തെറ്റൊന്നുമില്ല, കാരണം മനുഷ്യന്മാരാണല്ലോ, ലോകം നിലനിൽക്കണ്ടേ, അപ്പോൾ കാമവികാരമൊക്കെ ഉണ്ടാവും. അതല്ല, ഞാൻ അതിനെ ശക്തമായി നേരിടാൻ തീരുമാനിച്ചു. ഞാൻ പറയും വേണ്ടാത്ത മണി നിൽക്കണ്ട, അത് ഇനിയും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ ഒരു ബഹുമാനമൊക്കെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ട അപ്പോൾ ശിഷ്യന്മാരായതുകൊണ്ട് രഹസ്യമായി പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു അപ്പോൾ അതിനോട് മല്ല് കിട്ടാനും പോവണ്ട, ചെറുതാവുക. അപ്പോൾ എന്തായി, ചെറുതായി സുരസയുടെ നാവിൽ കയറി അവൻ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ മാതങ്കി സാധന ചെയ്യുമ്പോൾ അമിതമായി ഉണ്ടാകുന്ന കാമവികാരം, അമിതമായി ഉണ്ടാകുന്ന എന്താണ് സുഖലോലുപത്തെയെല്ലാം, ജ്ഞാനെന്ന ബോധത്തെയെല്ലാം മറികടന്ന് സാധകൻ അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അടുത്ത ഘട്ടത്തിൽ യാത്ര ചെയ്യുന്നത് എവിടെയാണ്? അനാഹതം എന്ന് പറയും. അനാഹതം ഇവിടെ വാരാഹി എന്ന് പറയുന്നൊരു ദേവതയാണ്. വാരാഹി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, വാരാഹി വീരനന്ദിത എന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഇതെല്ലാം ലളിതാ സഹസ്രനാമത്തിലുള്ള കേട്ടോ. വാരാഹി വീരനന്ദിത, പന്നിയുടെ മുഖമാണ് വാരാഹിക്ക്. ശക്തി എന്ന് പറഞ്ഞാൽ അസാമാന്യ ശക്തിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് അറിയോ? ഹൃദയത്തിൽ വാരാഹിയെ ഉപാസിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അനാഹതം ഉണരുന്ന സമയത്ത് എന്തെന്നില്ലാത്ത ക്രോധം, ഈർഷ്യ, അസൂയ,
ഇതൊക്കെ ഉണ്ടാവും. ആരുടെ നിഴലാണ്? സാധകൻ്റെ നിഴലാണ്. അത്തരം നിഴലുകൾ അവശേഷിപ്പിക്കുന്ന സാധകന് സാധന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? തന്നെ സ്വയം ചെറുതാക്കുക. ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ബോധത്തെ തന്നിലേക്ക് തന്നെ ചെറുതാക്കുക. അതായത് അതിൻ്റെ ഉള്ളിൽ കയറുക. അതിൻ്റെ ഉള്ളിൽ കയറി അതെന്താണെന്നറിഞ്ഞ്, അങ്ങനെ തന്നെയാണ് പറയണത്. ക്രോധമുണ്ടാവട്ടെ, ക്രോധത്തിൻ്റെ ഉള്ളിൽ കയറി ക്രോധത്തെ ഇല്ലാതാക്കുക എന്ന ഒരു തന്ത്രമുണ്ട്. അത് ഗുരുക്കന്മാർ രഹസ്യമായി ഉപദേശിക്കുന്ന വിദ്യയാണ്. അതിങ്ങനെ കൊട്ടിഘോഷ അടക്കമുള്ളതല്ല. അതുകൊണ്ട് ഞാൻ വിസ്തരിച്ച് ആ ഭാഗം ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായി? ഹൃദയത്തിൽ നിന്ന് അടുത്ത ചാട്ടമാണ്. എങ്ങോട്ടാണ്? വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിൽ ദേവത പരമകല എന്നാണ് പറയുക. എന്താ പറയുക? പരമകലയാണ് ഇവിടെ ദേവത. പരാപ്രത്യക്ഷിതീരൂപ എന്ന് ലളിതാ സഹസ്രനാമം പറയും. പര എന്ന് പറയുന്ന ദേവതയാണ് വിശുദ്ധിയിൽ ഉപാസിക്കുക. അതിങ്ങനെ ഉപാസിക്കുന്ന ആളായിരുന്നു എൻ്റെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ എല്ലാം പരമാചാരനായ എഴുത്തച്ഛൻ. അതുകൊണ്ട് എഴുത്തച്ഛൻ എപ്പോഴും പറയും പരാ 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 പരാ. എന്നിട്ട് അപ്പോൾ എന്തായി? അന്നത്തെ ബ്രാഹ്മണർ അദ്ദേഹത്തെ പറഞ്ഞു, അതേ കള്ളുടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. കേട്ടില്ലേ അല്ലേ? അത് എഴുത്തച്ഛൻ മഹാമദ്യപാനിയായിരുന്നു എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നും പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഏതാ? അപ്പോൾ ആചാര്യൻ മദ്യപാനിയായിരുന്നു, സംശയമൊന്നുമില്ല. ഏത് മദ്യം കുടിച്ചെന്നുള്ളതാ. ഏതാ? അത് പണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞതാ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം പോൽ അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടു പോലെ തോന്നും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആരുണ്ട്? ലങ്കാലക്ഷ്മി നിൽക്കുകയാണ്. എടാ ഇനി എന്ത് ധൈര്യത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്? ലങ്കാലക്ഷ്മി നിൽക്കുകയാണ്. അപ്പോൾ എന്തായി? അതിനെ മറികടക്കുകയാണ്. എങ്ങനെയാ? എന്താണ്? എൻ്റെ ലക്ഷ്യം നീയല്ല, പരാശക്തിയല്ലാത്ത മറ്റൊരു ലക്ഷ്യം എനിക്കില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം ഇന്ദ്രിയങ്ങളെ മുഴുവനും നിഗ്രഹിച്ച് മനസ്സിനെ ഇല്ലാണ്ടാക്കുകയല്ല കേട്ടോ, മനസ്സിനെ തന്നിലേക്ക് തന്നെ ആത്മബോധത്തിലേക്ക് പിൻവലിച്ചുകൊണ്ട് ഭൗതികമായ വിദ്യയെ സാകൂതം വീക്ഷിക്കുവാനും തന്നെ ശുദ്ധമാക്കുവാനും ഒരു സാധകന് സാധിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് നോക്കുക. അവിടെയാണ് ത്രികൂട പർവ്വതത്തിന് മുകളിൽ ലങ്കയെ കാണുന്നു. ഒന്നുകൂടി പറയാം. ത്രികൂട പർവ്വതത്തിന് മുകളിൽ ലങ്കയെ കാണുന്നു. ലളിതാ സഹസ്രനാമം വായിച്ചുള്ളവർക്ക് അറിയാം. വാഗ്ഭവ കൂടേതി ബീജം ശക്തി കൂടേതി കീലകം. എന്താ അർത്ഥം? എന്താ? മധ്യ കൂടേതി ശക്തി. വാഗ്ഭവകൂടം, കാമരാജകൂടം, ശക്തികൂട്ടം, ത്രികൂട്ടം. തന്ത്രം സാക്ഷാൽ ശ്രീവിദ്യയാണ്. ആ ത്രികൂട്ടങ്ങൾക്ക് നടുവിലാണ് ഭഗവതി ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാന്നേ ത്രികൂട്ടം? ലങ്കയുടെ ത്രികൂടം എന്നൊരു പർവ്വതം ഇപ്പോൾ ലങ്കയിലുണ്ടോ? പോയി നോക്കൂ. ഇല്ലല്ലോ. അപ്പോൾ അത് വാൽമീകി എഴുതിയ രാമായണത്തിലാണ് ത്രികൂട പർവ്വതമൊക്കെ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാ? സാധകൻ്റെ സഞ്ചാരമാണ്. അപ്പോൾ ഇവിടെ വിദ്യ എന്നാണ് സീതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആണോ അല്ലയോ? അപ്പോൾ എന്തായി? ഇവിടെ നിന്ന് അടുത്ത ചാട്ടം ചെയ്യാനാണ്. ഇവിടെയാണ് ലളിത ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്നത്. ആജ്ഞയില. ആറായോ? എത്ര കാണ്ടുണ്ട്? ആകെ 6 കാണ്ടുള്ളത്. 6 മതി, ആജ്ഞയേ ഉള്ളൂ. അപ്പം എന്തായി? ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്നു. ത്രിപുര സുന്ദരിയെ ഉപാസിച്ച് സീത എന്ന് പറയുന്ന വിദ്യയെ നേടുന്നു. കുറച്ചുകൂടി വിസ്തരിച്ച് പറയാനുണ്ട്, പക്ഷെ ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സാധകനായ, വൈദിക സാധകനായ, താന്ത്രിക സാധകനായ ഒരു ജീവൻ്റെ സുന്ദരിയെ തേടിയുള്ള യാത്രയാണ് സുന്ദരകാന്ഡം. ആ സുന്ദരി മറ്റാരുമല്ല. എന്താണ്? അവൾ ശിവപ്രിയയാണ്. ശിവപതിവ്രതയാണ്. ശിവനല്ലാണ്ട് മറ്റാരെയും കാമിക്കാത്തവളാണ്. സീതയെ പറ്റി പറയുമ്പോൾ സീതയുടെ പാതിവ്രതത്തെ പറ്റിയാണോ പറയാറുള്ളത്? ആണോ അല്ലയോ? ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുള്ളവർക്കറിയാം. എന്താണ് പതിവ്രത എന്ന പേര് ലളിതാ ത്രിപുര സുന്ദരിക്കുണ്ടോ എന്ന് നോക്കുക.
ആ ത്രിപുര സുന്ദരി വീണ്ടെടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ത്രിപുരൻ്റെ ആവശ്യമാണ്. ഇവിടെ ത്രിപുരൻ രാമനാണ്. രാമന് സീതയെ വീണ്ടെടുക്കണം. ഇല്ലെങ്കിൽ എന്താ? രാമന് സീതയെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഒറ്റ ശ്ലോകം കൊണ്ട് വ്യക്തമാക്കി തരാം. ശിവശക്തിയാ യുക്തോ യധികലു ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നകലു കുശലസ്പന്ദിതുമപി. ആ ശക്തി, ആ സുന്ദരിയുടെ സാമീപ്യമില്ലെങ്കിൽ സുന്ദരനായ ശിവനൊന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. സൃഷ്ടി നടക്കില്ല എന്നർത്ഥം. അപ്പോൾ പതിവ്രതയായ തൻ്റെ ഭാര്യയെ സാമീപ്യമില്ലെങ്കിൽ രാമൻ അളകാൻ പോലും പറ്റില്ല. അത് വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതെങ്ങനെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ ആധ്യാത്മികമായ കഥനമാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്നത്. ത്രിപുര സുന്ദരിയായ സൗന്ദര്യലഹരിയിൽ ആചാര്യപാദർ കണ്ടെത്തിയ ആ ത്രിപുരൻ്റെ സൗന്ദര്യമായ ആ സുന്ദരിയെ കണ്ടെത്തുന്ന സാധകൻ്റെ സുന്ദരയാത്രയാണ് സുന്ദരകാന്ഡം. അതാണ് സുന്ദരകാന്ഡം. ഈ വീക്ഷണകോണിലൂടെ സുന്ദരകാന്ഡം ഒന്ന് വായിക്കൂ. നിങ്ങൾ താഴെ വയ്ക്കില്ല. സുന്ദരകാന്ഡം താഴെ വയ്ക്കില്ല. അത്രയും ഗംഭീരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ലളിതാ സഹസ്രനാമം അതല്ലെങ്കിൽ ദേവീ മഹാത്മ്യമൊക്കെ എത്രമാത്രം പ്രാചുര്യത്തോടു കൂടിയാണ് പാരായണം ചെയ്യപ്പെടുന്നത്. അതുപോലെയാണ് ആന്ധ്രയിലും മറ്റു പല ഭാഗങ്ങളിലും എല്ലാം സുന്ദരകാന്ഡം പാരായണം ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് അന്വേഷിച്ചത്, ഇത് എന്താ ഇത്ര പ്രാധാന്യമുള്ള സുന്ദരകാന്ഡത്തിന് മാത്രം 4 കൊമ്പുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ രഹസ്യങ്ങളെല്ലാം ബോധ്യമായത്. ഇത് പരിപൂർണമായും ശ്രീവിദ്യാ സമ്പ്രദായമാണ്. ഇത് പരിപൂർണമായും താന്ത്രിക വൈദിക വിദ്യയാണ്. വിദ്യ എന്ന് പറഞ്ഞ പരാശക്തിയാണ്. ആ പരാശക്തിയെ കണ്ടെത്തുന്ന സാധകൻ്റെ യാത്രയാണ് സുന്ദരകാന്ഡം. ഇനി പറയാനുള്ളത് അതിൻ്റെ മന്ത്രശക്തിയെക്കുറിച്ചാണ്. അത് ഞാൻ അടുത്തൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഔചിത്യം എന്ന് തോന്നുന്നു. അത്രയാണ്. അപ്പോൾ കുറച്ച് ഇനിയും വിസ്തരിച്ച് പറയാനുള്ളതാണെന്ന് എനിക്കറിയാം. ഏതായാലും എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം ഇവിടെ ഞാനായിട്ട് കണ്ടുപിടിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളതും മൂർധാവിലിരിക്കുന്ന ഗുരു ബോധിപ്പിച്ചുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ എല്ലാ വാക്കുകളും എറണാകുളത്തപ്പൻ്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു.